വെൽക്കം ടു ഇഫ് എഡ്യൂക്കേഷൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള UGC നെറ്റ് ഡിസംബർ എക്സാമിൽ ഏറ്റവും നല്ല റിസൾട്ട് 64ഓളം JRFഉം 460-ലധികം നെറ്റും അത് 500-ലധികം നെറ്റും അതുപോലെ തന്നെ നമുക്ക് 1400-ലധികം PhDയും ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഈ ഫ്രൈറ്റ്സിന്. അപ്പം എല്ലാ കാലത്തും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ആളുകൾ ജയിക്കുക, പുതിയ ആളുകളെ വിജയത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു JRF പാനൽ ഡിസ്കഷനിൽ ഇപ്രാവശ്യം എയ്ഫറിൽ നിന്ന് JRF കിട്ടിയിട്ടുള്ള കുറച്ച് ആളുകൾ അവരോട് സംസാരിക്കുക, അവരുടെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നത്. സോ വ്യത്യസ്തമായിട്ടുള്ള സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, മലയാളം ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ JRF ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം അവരുടെ സ്ട്രാറ്റജീസ്, പ്രിപ്പറേഷൻ ആസ്പെക്റ്റുകൾ. സോ ആദ്യം ജസ്റ്റ് ഒന്ന് അവരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും സോ ദാറ്റ് ഇറ്റ് വിൽ ബി മോർ ക്ലിയർ ഫോർ യു. സോ ശരത്. എൻ്റെ പേര് ശരത്. ഞാൻ ഈ ഡിസംബർ 2024 നെറ്റ് എക്സാമിൽ സോഷ്യോളജിയിൽ JRF ക്വാളിഫൈ ചെയ്ത ആളാണ്. എൻ്റെ സ്ഥലം ചാത്തമംഗലം NITൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. എൻ്റെ പേര് റാഷിദ് ബീര. ഞാൻ സോഷ്യോളജിയിലാണ് ഇത്തവണ JRF നേടിയിട്ടുള്ളത്. സോഷ്യോളജിയുടെ ഐഫറിലെ മെൻറ്ററും കൂടിയാണ്. എൻ്റെ വീട് മലപ്പുറം കാളികാവാണ്. എൻ്റെ പേര് മുഹമ്മദ് ഇർഫാൻ ഹബീബ്. വീട് ഗൂഡല്ലൂരാണ്. ഞാൻ പഠിക്കുന്നത് മലപ്പുറം മൈദൻ അക്കാദമിയിലാണ്. എൻ്റെ ഈ വർഷത്തെ ഈ നെറ്റ് JRFൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള വിഷയത്തിൽ JRF നേടാൻ പറ്റി. അത് ഐഫറിനാണ് ബിഗ് സല്യൂട്ടുള്ളത്. ഹലോ, എൻ്റെ പേര് മുഹമ്മദ് ബുജീർ. ഞാൻ സോഷ്യോളജിയിലാണ് JRF നേടിയത്. എൻ്റെ സ്വദേശം കോഴിക്കോട് കൊടുവള്ളിയാണ്. ആൻഡ് ഇപ്പോൾ ഞാൻ PG ഡിസ്റ്റൻസ് ആയിട്ട് ഇഗ്നോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് അനുരാഗ് മുണ്ടക്കൈ. കാസർഗോഡ് മുണ്ടക്കൈ എന്ന പ്രദേശത്ത് നിന്നാണ് വരുന്നത്. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് JRF പൊളിറ്റിക്കൽ സയൻസ് സബ്ജക്റ്റിൽ നേടാൻ സാധിച്ചു. ഇഗ്നോയിൽ ഫസ്റ്റ് ഇയർ PG സ്റ്റുഡൻ്റാണ്. ഹായ്, ഞാൻ ഉനൈസ. മലയാളത്തിൽ JRF ക്വാളിഫൈ ചെയ്തു. വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. സോ ഒരു ബേസിക് ഐഡിയ ആരൊക്കെയാണ് സബ്ജക്റ്റുകൾ എന്നുള്ളതൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല. പേപ്പർ 1 എങ്ങനെ പഠിച്ചു, പേപ്പർ 2 എങ്ങനെ പഠിച്ചു. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നുകൂടി നമ്മളെ ഒരു ബേസിക് ഉദ്ദേശം ഇതിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരും നേരിടുന്ന ചലഞ്ചുകളും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഫേസിൽ നിങ്ങൾ നേരിട്ട ചില ചലഞ്ചുകൾ ഇറസ്പെക്റ്റീവ് ഓഫ് സബ്ജക്റ്റ് അത് നിങ്ങളെങ്ങനെ ഓവർകം ചെയ്തതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഒരു ഓർഡർ ഒന്നുമില്ല കേട്ടോ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് എല്ലാം നമ്മളിങ്ങനെ ഒരു ഓർഡറിൽ പോകണം നിർബന്ധമൊന്നുമില്ല. അതൊരു ഷീഡാണ് അല്ലേ ശരത് ഭായി, എനിക്ക് മനസ്സിലാവുന്നു. സോ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ നേരിട്ട ബുദ്ധിമുട്ടുകൾ, ഹൗ യു ഓവർകം ദാറ്റ് എന്നുള്ളത് ജസ്റ്റ് വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം അനുരാഗ്. ഓക്കെ, പ്രിപ്പറേഷനിൽ നേരിട്ട ചലഞ്ചസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഹെൽത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പേഴ്സണലായിട്ടും സബ്ജക്റ്റായിട്ടും നമുക്ക് ചലഞ്ചസ് ഉണ്ടാവും. ഇപ്പോൾ പേഴ്സണൽ ബുദ്ധിമുട്ട് വളരെയധികം അലട്ടിയിരുന്നു. എല്ലാ സമയവും പഠിക്കാൻ പറ്റുന്ന സമയം വളരെ എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടി ഹെൽത്തിനെ ഒന്ന് കോൺഷ്യസ് ആയിട്ട് റെഡിയാക്കി നിർത്തിയാൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പം ഈ ഹെൽത്തിൽ നിന്ന് ഫോക്കസ് പോകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പഠിച്ചു തുടങ്ങിയത് തന്നെ. ഫോക്കസ് വേദന മറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു പേഴ്സണൽ ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പം എൻ്റെ പേഴ്സണൽ പെയിനാണ് ശരിക്കും എനിക്ക് പഠിക്കാനുള്ള മോട്ടിവേഷനായിട്ടുണ്ടായത്. അപ്പം ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫോക്കസ് മാറും. അപ്പം പെയിനൊക്കെ അത്ര അറിയൂല. അപ്പം കൂടുതലായിട്ടും പല ക്ലാസ്സും സെഷൻസൊക്കെ എനിക്ക് മിസ്സാവുന്നുണ്ടെങ്കിലും റെക്കോർഡഡ് സെഷൻസൊക്കെ കാണും. പല സമയത്തും മെൻറ്റേഴ്സ് വിളിക്കുന്ന സമയത്ത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല പെയിൻ കാരണം. അപ്പം ഞാനത് പിന്നീട് കാണുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ചലഞ്ചായിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ പേപ്പർ 1, അത് പേപ്പർ 2 നമ്മുടെ സബ്ജക്റ്റ് ആണല്ലോ. പേപ്പർ 1 പൊതുവേ ചലഞ്ചായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടി ഞാൻ കൂടുതൽ സബ്ജക്റ്റിൽ സ്ട്രെസ് ചെയ്തത് പേപ്പർ 1-നാണ്. പേപ്പർ 2 നമ്മുടെ ഏരിയ ആണല്ലോ, നമ്മുടെ യൂണിവേഴ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് പേപ്പർ 1-ന് കുറച്ചും കൂടി ടൈം കൊടുത്തു. പിന്നെ എന്താണ് എൻ്റെ പേപ്പർ 1-ൽ തന്നെ എന്താണ് എൻ്റെ വീക്ക് ഏരിയ, ഇപ്പോൾ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനൊക്കെ, ലോജിക്കൽ റീസണിങ്, കുറച്ചും കൂടി മാത്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ഒക്കെ കുറച്ച് വീക്കാണ്. അപ്പോൾ അങ്ങനെ വീക്കാവുന്ന സമയത്ത്
അതിന് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ടോടുകൂടി റെക്കോർഡഡ് ക്ലാസ്സൊക്കെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തതാണ് പേപ്പർ 1. അപ്പോൾ അതാണ് പ്രധാനമായിട്ടുള്ള ചലഞ്ചസ്. പിന്നെ സ്റ്റഡി പാറ്റേണൊക്കെ എങ്ങനെയാണോ ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഫോർമലായിട്ട് ജസ്റ്റ് വായിക്കുക അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടം പഠിപ്പിക്കാനാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ബുക്സൊക്കെ റെഫർ ചെയ്ത് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ആ ഗ്രൂപ്പിൻ്റെ ഡോക്ടർ അനുരാഗ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഡോക്ടർ അനുരാഗ് മുണ്ടൊക്കെ ഇന്ന് കൊടുത്തിട്ട് ആ ഗ്രൂപ്പ് ഞാൻ ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ്. മീൻസ് ഇത് ക്രാക്ക് ചെയ്യണം എന്നുള്ള മൈൻഡിൽ തുടങ്ങി ഞാനൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇപ്പം ഇൻ്റർനാഷണൽ റിലേഷൻ ആ സബ്ജക്റ്റിൽ വരുന്ന GKs ഒക്കെ ഞാൻ കളക്ട് ചെയ്യും. പിന്നെ അതിനെ PYQ ആയിട്ട് റിലേറ്റ് ചെയ്യും, എങ്ങനെയാണ് ട്രെൻഡ്. അപ്പം അത് വേറൊരാൾക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. ഞാൻ മാഷ എൻ്റെ മുന്നിലേക്കുന്നത് ലാപ്ടോപ്പിൽ അങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്ത് പഠിക്കുന്ന. പിന്നെ ആ റെക്കോർഡ് വർക്കൗട്ടിൻ്റെ സമയത്തും എനിക്ക് പെയിനിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള സമയത്തൊക്കെ കേൾക്കും. അപ്പോൾ അതാണ് എൻ്റെ പേഴ്സണൽ ഫിറ്റ്നസ്സിനെ ഹെൽത്തിനെ ഓവർകം ചെയ്യുക എന്നതായിരുന്നു എനിക്ക് ഈ ജേണിയിൽ, ഇതെന്നല്ല എൻ്റെ പഠന ജേണിയിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം. അപ്പോൾ അതൊരു ഓക്കെ, നൈസ്. ഇത് നമ്മളിപ്പോൾ പല സ്റ്റുഡൻസിനോടും ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴും ചില ആളുകൾക്ക് വീട്ടിൽ നല്ല പല സിറ്റുവേഷൻ ഉണ്ടാവും, ഫിസിക്കൽ പിന്നെ പല, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. എൻ്റെ ലൈഫ് ഒരു ബ്ലോക്കായിരുന്നു, ഇനി മുന്നോട്ടുള്ള ഒരു ഡാർക്ക്നെസ് ആയിരുന്നു, അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചു. അപ്പം പല രീതികളിലാണ് ഓരോരോ ആൾ, അതായത് എന്തിനാണിത് പഠിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് എനിക്കും തോന്നുന്നു നമുക്ക് ഇതിനൊന്നുകൂടി ഒരു പർപ്പസ് കണ്ടെത്താൻ പറ്റുക. സോ വാട്ട് അബൌട്ട് ദിസ്? എൻ്റെ പേഴ്സണലി ഉള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് PG ചെയ്യുന്നത് എന്നത് തന്നെയാണ്. കാരണം റെഗുലറായിട്ട് ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും ഇതിനോട് ഒരു എൻഗേജിങ് ആണ്, എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇതിൻ്റെ കോറായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ അവർക്കത് ഒരു എളുപ്പമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് സബ്ജക്റ്റുമായിട്ട് അത്ര ഞാൻ യൂസ്ഡ് ആയിട്ടില്ല. അപ്പോൾ അതിനെ ഞാൻ ഓവർകം ചെയ്തത് എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത് തന്നെയാണ്. കാരണം ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തതിന് ശേഷം അത് നമ്മൾ എത്ര സമയം എടുക്കുന്നത് എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തത് കൊണ്ടാണ് എന്നുള്ളതാണ്. മറ്റൊരു ചലഞ്ചായിട്ട് ഞാനൊരു UPSCക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും പെട്ടെന്ന് ഈ ഒരു JRF ക്വാളിഫൈ ചെയ്തുകൊണ്ട് എൻ്റെ UPSCയുടെ പ്രിപ്പറേഷനിലേക്ക് തന്നെ മാറേണ്ടത് എനിക്ക് അത്യാവശ്യമായിരുന്നു. കാരണം ഇതൊരു ലോങ് ജേണി ആയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ ഒരു മെൻ്റലി ആ ഒരു ചലഞ്ച് കൂടി എനിക്ക് ഉണ്ടായിരുന്നു എന്നതാണ്. സെയിം അവസ്ഥയാണ് എനിക്കും വന്നിട്ടുള്ളത്. ഡിസ്റ്റൻസ് എന്നുള്ളത് എനിക്കും ഒരു പ്രശ്നമായിരുന്നു. ഞാനും ഡിസ്റ്റൻസ് ആയിട്ടാണ് ഡിഗ്രിയും PG ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോളേജ് എക്സ്പോഷർ എന്ന് പറയുന്നൊരു സംഗതി എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയിട്ടില്ല. പിന്നെ പഠിച്ചത് മൊത്തം ദർസിലായതുകൊണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യാനുള്ള എനിക്ക് ഉസ്താദ്മാർ ആൻഡ് ഫ്രണ്ട്സ് അങ്ങനത്തെ സർക്കിൾ കുറച്ച് ബിഗായിരുന്നു. അപ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷാണ്, കുറച്ച് വാസ്റ്റ് ആൻഡ് വൈഡ് ആൻഡ് ഏരിയ ആണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്ത എഫേർട്ട് എന്ന് വെച്ചാൽ ഞാൻ പുസ്തകം നല്ലോണം വായിക്കും. ഞാൻ ഇഗ്നോയുടെ ടെക്സ്റ്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മാക്സിമം അതിൻ്റെ ബാക്കിലെ റെഫറൽ ലിങ്ക് അടക്കം ഞാൻ മാക്സിമം സെർച്ച് ചെയ്തിട്ട് വായിക്കും, ഫൈൻഡ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് ഒന്നാമത് ഇതിൽ ഒന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു സത്യത്തിൽ ഈ JRF എനിക്ക് കിട്ടുമെന്നുള്ളത്. എനിക്ക് JRFന് ഒരു ക്വസ്റ്റ്യനിലാണ് എനിക്ക് JRF കിട്ടിയിരിക്കുന്നത് കട്ട് ഓഫിൽ. അത് 2 മാർക്ക് എക്സ്ട്രാ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല എനിക്ക് ഇപ്രാവശ്യം JRF കിട്ടുന്നു. ഞാൻ ജസ്റ്റ് എനിക്ക് മഴതിന് ഒരു ഇൻസ്പിറേഷനായിട്ട് ഞങ്ങൾക്കൊരു ഉസ്താദ് വന്നിരുന്നു, ജാബിർ അതന്നെ പറയും, ഇവിടെ ഐഫറിലുള്ള ഫാക്കൽറ്റിയും കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അറബി ക്രാക്ക് ആയിട്ടുണ്ട്, JRF ക്രാക്ക് ചെയ്ത്. അപ്പോൾ ഉസ്താദിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഇൻസ്പിറേഷനും ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ എന്തുകൊണ്ട് നമുക്കും ഇത് ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3.5 മന്ത് ഐഫറിൻ്റെ കൂടെ സഞ്ചരിച്ച് ഐഫറിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് പിന്നെ എക്സ്ട്രാ റെഫറൻസിന് വേണ്ടിയിട്ട് കുറേ ഫൈൻഡിങ്സിലൂടെയാണ് പിന്നീട് ഈ ഒരു സക്സസ് കിട്ടിയതെന്നാണ്. എനിക്കെപ്പോഴും ഷുവറാണ്, ഞാൻ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ 100% പഠിച്ചിട്ടൊന്നുമില്ല.
ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ ഉസ്താദിനോട് ഞാൻ പറഞ്ഞതാണ്, ഉസ്താദ് ഞാനിത് ഫുള്ള് പഠിച്ചിട്ടില്ല, ഒരു 60% അല്ലെങ്കിൽ 65% ഒക്കെ എനിക്ക് നോക്കിയിട്ട് എത്തിയിട്ടുള്ളൂ, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉസ്താദ് എനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടിയ പോലെയാണ് എനിക്ക് വന്നത്. പിന്നീട് എക്സാമിന് സെൻറ്ററിൽ ഞാൻ ആദ്യമായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ബാക്ക്വേർഡായിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ എടുത്ത് ചാടി മുന്നിൽ തന്നെ എല്ലാ കാര്യങ്ങളും വെരിഫിക്കേഷൻ ചെയ്ത് ഞാൻ സെൻറ്ററിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ കയറി കുത്തിറന്ന് എക്സാം ഹാളിൽ കുത്തിറന്ന്. പിന്നെ എക്സാം ഹാളിൽ കുത്തിറന്ന് ആരും വരുന്നില്ല. എല്ലാവരും ബാക്കിൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ കയറി വരുന്നത്. അപ്പോൾ ഞാൻ സ്ട്രെസ്ഡ് ആയപ്പോൾ ഞാൻ എൻ്റെ സ്ട്രെസ്സ് ഞാൻ തീർക്കൽ ഞാൻ ഉറങ്ങും, നല്ലോണം ഉറങ്ങും. ഉറങ്ങിയപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഒരു 1.5 മണിക്കൂറാണ്ട് ഉറങ്ങി. ആ ഗ്യാപ്പിൽ ഉറങ്ങിയപ്പോൾ പിന്നെ നീച്ചപ്പോൾ മൈൻഡ് നല്ല ഫ്രഷായി. പിന്നെ അങ്ങോട്ട് തവക്കൽത്തു അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി എഴുത്ത്. ഈ ഉറങ്ങിയാൽ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ വിളിക്കും, എക്സാമിനേഴ്സ് വിളിക്കുമല്ലോ അല്ലേ? അല്ല, അതൊരു ഐഡിയ സ്ട്രാറ്റജി ആയിട്ട് എടുക്കുമ്പോഴേ ചിലപ്പോൾ എണീക്കാൻ വൈകി എന്നുള്ള പവറിന്. ഓക്കെ, നൈസ്, ഗോട്ട് ഇറ്റ്. ഇങ്ങനെയാണ്. പിന്നെ പഠനത്തിൽ പുതിയ ട്രിക്സുകൾ യൂസ് ചെയ്ത് പേപ്പർ 1 പേപ്പർ 2 എനിക്ക് ടഫായിട്ടുണ്ടായിരുന്നത് ആദ്യം എടുത്ത് പഠിച്ചു. സാറിൻ്റെ ക്ലാസ് ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിയത്. ടഫായിട്ടുണ്ടായിരുന്ന ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ലോജിക്കൽ റീസണിങ്സ്, മാത്തമാറ്റിക്കൽ റീസണിങ്സ്, അങ്ങനത്തെ സബ്ജക്റ്റുകളായിരുന്നു. പിന്നെ പേപ്പർ 2 സബ്ജക്റ്റിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടഫസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത് ലിറ്റററി ക്രിറ്റിസിസം, അങ്ങനത്തെ കുറച്ച് ഏരിയാസ് ആയിരുന്നു. പിന്നീട് അതൊക്കെ ഞാൻ ഐഫറിൽ വന്നിട്ട് ഒരു ഗ്രൂപ്പ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ആ ഗ്രൂപ്പിലൂടെ ഞാൻ ലിറ്റററി ക്രിറ്റിസിസം എനിക്ക് ടഫായിട്ടുണ്ടായിരുന്നത് ഞാൻ മാക്സിമം എങ്ങനെ സിമ്പിളാക്കാമെന്ന് അവരിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ അവർ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് കോപ്പറേറ്റീവായിട്ട് ഡിസ്കഷൻ ഗ്രൂപ്പുകളാണ്, അതിൽ കുറേ സ്ട്രാറ്റജികൾ അവർ പറഞ്ഞു തന്ന് അങ്ങനെ പേപ്പർ 2 ഒരു ഈസിയർ സ്റ്റെപ്പിലോട്ട് എത്തി. പിന്നെ റീഡിങ്സാണ് മെയിനായിട്ട്, കുറേ എക്സ്ട്രാ റീഡിങ്സും വേണം. പിന്നെ ഐഫറിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള ആ മെറ്റീരിയലുള്ള മെയിൻ കാര്യങ്ങളാണ് പിന്നെ എക്സാമിന് വന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ക്രൊണോളജി ആണ് കൂടുതലുള്ളത്. അതിൽ ക്രൊണോളജിയിൽ ഞാൻ മാക്സിമം ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ബൈഹാർട്ട് ചെയ്ത്, പിന്നെ കുറേ ആ സമയത്ത് നമ്മളെ മൈൻഡിൽ വരുന്ന ട്രിക്സും കാര്യങ്ങളൊക്കെ സൂട്ട് ചെയ്തിട്ടുള്ള അങ്ങനെ പഠിച്ച്. പിന്നീട് മാച്ച് ദ ഫോളോയിങ്സ് ആണ്. അതും മാച്ച് ദ ഫോളോയിങ്സൊക്കെ ഞാൻ ഒന്നുകൂടി ചെയ്ത് നോക്കുന്നത് PYQലാണ്. PYQൽ നമുക്ക് ഒന്നുകൂടി ഈസിയർ ഓൾഡർ ഫോമിലുള്ള PYQs എടുത്ത് നോക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ചെറിയൊരു ഇൻസൈറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഐഫറിൻ്റെ തന്നെ PYQസിൽ 4 ടൈപ്പ് PYQs, 4 ഇയേഴ്സിൻ്റെ PYQs 2022, 23, 24 അപ്ഡേറ്റ് ആയിട്ടുള്ള ഈ ഒരു 4 PYQs ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഐഫറിൽ ഈ ഒരു സക്സസ് ഉണ്ടാക്കാൻ പറ്റിയത്. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഞാനൊരു അടുത്തൊരു ആസ്പെക്റ്റിലേക്ക് പോകാം. ഓക്കെ, മൾട്ടിപ്പിൾ ആസ്പെക്റ്റ്. അപ്പോൾ അതിലുള്ളൊരു സാധനം ഇപ്പം ഏറ്റവും കൂടുതൽ ഞാനൊക്കെ പോകുന്നിടത്ത് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് ആളുകൾ പല ടൈം ഫ്രെയിമാണ് ഇതിനെടുക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് അറ്റംപ്റ്റ് ചെയ്ത് കിട്ടുന്ന ആളുകളുണ്ട്, സെക്കൻഡ് ടൈം ഉണ്ട്, തേർഡ് ടൈം ഉണ്ട്, 5 ടൈം, 10 ടൈം, 15, ഒരുപാട് സെറ്റ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ തുടങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര കൺഫ്യൂഷനാണ്. അതായത് എൻ്റെ തുടങ്ങുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ കേൾക്കുന്ന കഥ ചിലപ്പോൾ 5 ആളുടേതായിരിക്കും, 10 ആളുടേതായിരിക്കും അവർ കേൾക്കുന്ന കഥ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഈ 10 ആളുടെ കഥ ഇൻസ്പയർ ആവുക ഓൺലി 11 തവണ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് മാത്രമാണ്. ഓക്കെ, ഒരു തവണ 2 ആളുടെയോ ചെയ്ത ആളുകൾക്ക് ഒരിക്കലും അതൊരു ഇൻസ്പിറേഷൻ അല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും കുട്ടികൾ എന്നോടൊക്കെ ചോദിക്കുന്നൊരു ആസ്പെക്റ്റ് ഇത് എത്ര സമയം ശരിക്കും നെറ്റ് കിട്ടാൻ വേണം, എത്ര സമയം JRF കിട്ടാൻ വേണം എന്നുള്ളതാണ്. പക്ഷേ ഞാനും അതിൽ മനസ്സിലാക്കുന്നത് അതൊരു ഹൈലി സബ്ജക്റ്റീവ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ നമ്മുടെ ഡിഗ്രിയുടെ നമ്മളെ ബാക്ക്ഗ്രൗണ്ട്, PGയുടെ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ മുമ്പ് ഇതിനൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓക്കെ, എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ആസ്പെക്റ്റാണ്. അപ്പം അതേസമയം നമുക്ക് ഉത്തരത്തിന് നമുക്ക് കാണാൻ പറ്റുക ഞാൻ എത്ര ടൈം എടുത്തു എന്നുള്ളതാണ് പറയാൻ പറ്റുക. അപ്പം നിങ്ങൾ ഓരോരുത്തർ അപ്രോക്സിമേറ്റ് എത്ര ടൈം എടുത്തിട്ടുണ്ട് ഒരു സീരിയസ് മോഡ് ഓഫ് ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്, നിങ്ങളെ ടേക്കിൽ എത്ര ടൈമാണ് ആവശ്യമുള്ളത്? ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമേ ഉള്ളൂ. വി ഡോണ്ട് ഹാവ് എ ജനറൽ ആൻസർ ഫോർ ദാറ്റ്. കാരണം തുടങ്ങുന്ന പലരും എന്നോട് ചോദിക്കുന്ന ആദ്യ ചോദ്യം ഇതാണ്. ഓക്കെ, മാഷെ എത്ര മാസം ഞാൻ പഠിക്കണം, എപ്പോൾ കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉന്നയിസയിൽ നിന്ന് തുടങ്ങാം. ഓക്കെ,
പുതിയ ആളാണ്. എല്ലാവരും ഒന്ന് പറയാം, നിങ്ങൾ ഏകദേശം എത്ര സമയം എടുത്തു, നിങ്ങൾക്ക് തോന്നുന്നത് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് നോർമലി. ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ ജോയിൻ ചെയ്തത് ഐഫറിൽ. സിലബസ് പോലും അറിയാണ്ട് ജോയിൻ ചെയ്തത്. PGൻ്റെ റിസൾട്ട് വരുന്ന മുന്നേ ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു 2 മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊന്നും അറിയണ്ടായിരുന്നില്ല. ലൈവുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്യും, അല്ലാണ്ട് റെക്കോർഡ്സ് കാണാനുള്ള സമയമില്ല, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ മാം പറഞ്ഞു കമ്പൈൻ സ്റ്റഡി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സമയമായി, ലാസ്റ്റത്തെ മന്തായല്ലോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് അധികം പേരുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് കുറഞ്ഞ് ഞങ്ങൾ 2-3 പേരായി. ഞങ്ങൾ കമ്പൈൻ സ്റ്റഡി രാവും പകലും ഇരുന്ന് ഒരുപാട് കവർ ചെയ്തു. അന്ന് എനിക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂണ്ട് ഞാൻ 20 ക്വസ്റ്റ്യനോളം ഞാൻ അറ്റൻഡ് ചെയ്തില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും അന്ന് JRF അടിച്ചു. ഒരാൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, എല്ലാം ഐഫറൈറ്റ്സ് തന്നെ, ഐഫർ എന്നുള്ള കമ്പൈൻ സ്റ്റഡി തന്നെയായിരുന്നു. ഒരാൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ, മറ്റാൾ പിന്നെ 2-3 തവണ. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കും പറ്റുമല്ലോ. എനിക്ക് പക്ഷേ ഈ പ്രാവശ്യം ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് പ്രോ ബാച്ചിൽ വീണ്ടും ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ ഒരുവിധം എല്ലാ ലൈവുകളും റെക്കോർഡ് ക്ലാസ്സും എല്ലാം കണ്ടു തീർത്തു. പക്ഷേ എനിക്ക് അപ്പോഴും മാത്സും ഡാറ്റയും ലോജിക്കൊക്കെ മനസ്സിലായി വരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കും കഴിഞ്ഞ എക്സാമിന് എനിക്ക് അത്രയും സ്കോർ ചെയ്യാൻ പറ്റും, ഒന്നും വല്ലാണ്ട് ഞാൻ കവർ ചെയ്തില്ല എന്ന് പിന്നെ പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം ഞാൻ ഒരുവിധം എല്ലാം കവർ ചെയ്തു. ആ പ്രാവശ്യം പുതിയ ടീം വെച്ച് കമ്പൈൻ സ്റ്റഡി നടത്തി. അതാണ് പിന്നെ നമുക്ക് ക്യാൻസൽ ചെയ്തു. പിന്നെ ഈ സെപ്റ്റംബറിൽ അതെനിക്ക് 160 മാർക്കേ ഉള്ളൂ. PhD ക്വാളിഫിക്കേഷൻ 164 വേണ്ടിയിരുന്നു. വെറും ചെറിയ മാർക്കുകൾക്ക് മിസ്സായി. അപ്പോഴും എനിക്ക് പിന്നെ റീസിറ്റ് പോളിസിറ്റി ഐഫറിൽ തന്നെ. അപ്പോഴും എനിക്ക് വിടാൻ ഇതില്ല. വീണ്ടും മടുക്കും, പക്ഷേ വീണ്ടും എണീക്കും. വീണ്ടും ഇതുപോലെ ഈ കൺസിസ്റ്റൻസി ആയി പഠിക്കുക എന്നുള്ളത് ഒരുപാട് ഓരോരുത്തരുടെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ പേഴ്സണലാണ്. സമയം എടുക്കുന്നത് ഓരോരുത്തരുടെ പേഴ്സണലാണ്. നമ്മൾ വേറൊരാൾ ഒരു പക്ഷേ 14-24 മണിക്കൂർ ഇന്ന് പഠിക്കുന്നുണ്ടാവും, പക്ഷെ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ചാണ്. അതായത് നമുക്ക് ചിലപ്പോൾ ഫാമിലി ഉണ്ടാവാം, അല്ലാണ്ട് കുറേ വർക്ക്സ് എല്ലാം. അപ്പം നമ്മുടെ ഓരോ പേഴ്സണൽ കാര്യങ്ങളാണ്. അതായത് അപ്പോൾ അവർ അത്രയും പഠിക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര പഠിക്കാൻ പറ്റില്ല, സങ്കടപ്പെടേണ്ട ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് അതാണ് മെയിൻ ഉള്ളത്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇതാവേണ്ട കാര്യമില്ല. പിന്നെ കമ്പൈൻ സ്റ്റഡി, പിന്നെ PYQs മസ്റ്റായിട്ടും കംപ്ലീറ്റ്ലി. ഞാൻ കഴിഞ്ഞ എക്സാം എഴുതിയ സമയത്ത് ഇനിയൊന്നും എനിക്ക് പഠിക്കാനില്ല എന്നിരുന്ന സമയത്താണ് നമ്മുടെ എക്സാം 15-നുള്ളത് 21-ാം തീയതിക്ക് മാറ്റിയല്ലോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒന്നും പഠിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച അതേപോലെ റിവിഷൻ ചെയ്തു. പക്ഷേ ആ ഒരാഴ്ച OMR തൊട്ട് നമ്മുടെ പാറ്റേൺ തന്നെ ഫുള്ളായിട്ട് മാറിയല്ലോ. ഫുൾ ക്രോണോളജി, മാച്ച് ദ ഫോളോയിങ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ ഒരാഴ്ച ഇരുന്നിട്ട് കംപ്ലീറ്റ് ക്രോണോളജിയും നോട്ട്സിൽ എനിക്ക് അറിയാവുന്ന പേപ്പർ 1-ലെയും സബ്ജക്റ്റിലെയും ക്രോണോളജി നോട്ട്സിൽ എഴുതി ഉണ്ടാക്കി കുത്തിരുന്ന് പഠിച്ച്. അതിൻ്റെ മുന്നത്തെ എക്സാമിന് എനിക്ക് ആൻസേഴ്സൊക്കെ അറിയാമെങ്കിലും എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് വന്നു. എനിക്ക് കറക്റ്റ് പഠിക്കാത്തൊരു പ്രശ്നം കൊണ്ടായിരിക്കാം ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആൻസേഴ്സ് തെറ്റിയിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് അതിൻ്റെ ഒരു പ്രശ്നം വന്നില്ല. കാരണം ഞാൻ അത്രയും താറോയിരുന്നു. കണക്ഷൻ ഇട്ട് പഠിക്കുക, കോഡ് ഉപയോഗിച്ച് പഠിക്കുക, ഒക്കെ കമ്പനി സ്റ്റഡി കൊണ്ട് കിട്ടിയ ഒരു മെച്ചമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് പഠിച്ചതുകൊണ്ട് എനിക്ക് അറിയാവുന്ന ആൻസറുകൾ എനിക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി. അല്ലാത്തതാണ് പിന്നെ പോയിണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കൺസിസ്റ്റൻ്റ് ആയി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ പുതിയ ഞങ്ങളുടെ സബ്ജക്റ്റിൽ ട്രെൻഡ് പറഞ്ഞാൽ പുതിയ എഴുത്തുകാർ, പുതിയ കൃതികൾ, പുതിയ നോവലുകൾ, അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. അതും ഈ പറഞ്ഞ ഒരാഴ്ച എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു. ഇനി ഒന്നും ചെയ്യാനില്ല, ഈ ഒരാഴ്ച ഇനി നീട്ടിയാൽ നമ്മൾ എക്സാമിൻ്റെ 2 ദിവസം മുന്നെയാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ അതും എനിക്ക് ഭയങ്കര അനുഗ്രഹമായി. ഞാൻ അതും ഇതുപോലെ എഴുതിയെടുത്ത് കംപ്ലീറ്റ്ലി ഇരുന്ന് പഠിച്ചു. പ്രാവശ്യം എനിക്ക് തോന്നുന്നു അതന്നെ ആയിരിക്കാം JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റി സാധിച്ചത്. അനുരാഗിന് തോന്നുന്നത് ഒരു ടൈം ഫ്രെയിം ആസ്പെക്റ്റുകൾ. ടൈം ഫ്രെയിം ആസ്പെക്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണലാണ്. ഞാൻ ഈ 2024 മാർച്ചിൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ഓഗസ്റ്റോടുകൂടി ഇഗ്നോയിൽ ജോയിൻ ചെയ്തു. അപ്പം എൻ്റെ ഗോളുണ്ടായത് നെറ്റിന് പ്രിപ്പയർ ചെയ്യുക, JRF അടിക്കുക എന്നത് തന്നെയായിരുന്നു. ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവുക എന്നുള്ള ഒരു ഗോളുണ്ടായിരുന്നു. അപ്പം അതിന് എങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇഗ്നോയിലാണ്, പിന്നെ ഫസ്റ്റ് ടൈമാണ്. നമുക്ക് ഡയറക്റ്റ് ഒരു മെൻറ്റർ ഇല്ല, നേരത്തെ സാറ് പറഞ്ഞ പോലെ. അപ്പം ഒരു അസിസ്റ്റൻസ് വേണം. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഐഫറിനെ കുറിച്ച് അറിയുന്നത്. അനീസ് സാർ ഡിഫറൻ്റ്ലി ഏബിൾഡ് മേഖലയ്ക്ക് ഒരു സ്പെഷ്യൽ ഇൻക്ലൂഷൻ കൊടുക്കുന്നതിൽ താങ്ക് യു. അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഏറ്റവും വലിയ ഒരു മെറിറ്റ് കിട്ടിയ ഒരാളാണ്. അപ്പം ഈ ഒരു റിസൾട്ട് അത് നിങ്ങൾക്കുള്ളതാണ്.
ഇനി വരുന്ന ഡിഫറെൻ്റ് ലേബിൾഡ് ആൾക്കാരുടെ ഭാഗമായി എന്താ പറയുക എനിക്ക് സമർപ്പിക്കാനുള്ള ഒരു റിസൾട്ടാണ്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഓഗസ്റ്റ് പകുതിയോടുകൂടി തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും വില്ലൻ ഉണ്ടല്ലോ, വേദന ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് പെയിൻ ഉണ്ടാകുന്ന സമയത്ത്. ആ സമയത്താണെങ്കിൽ ഭയങ്കര പെയിൻ, എന്താ പറയുക കാലം വണ്ടി പിടിച്ച് വിടുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുകളുണ്ട്. ബുദ്ധിമുട്ട് നമ്മൾ വിചാരിച്ച് നിന്നാൽ ടൈമില്ല, അല്ലെങ്കിൽ അത് വിചാരിച്ച് നിന്നാൽ നമ്മൾ എന്നും എത്താൻ പോകുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു ഗോള് ഇത്തവണ നെറ്റൊന്ന് നോക്കുക, കുറച്ചും കൂടി JRF നമുക്ക് ജൂലൈയിൽ നോക്കാം. അപ്പോൾ പക്ഷേ എഫേർട്ട് എന്താ പറയുക ഫുൾ എഫേർട്ട് തന്നെയായിരുന്നു. ആ ഉള്ള സമയത്ത് ഒരു എന്താ പറയുക ഒരു നവംബർ കിട്ടിയിരുന്നില്ല, പകുതി ദിവസങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടിയിട്ടാണ്. അപ്പം നവംബർ ഡിസംബർ ഒരു 2.5 മാസം, ഒരു 3 മാസം റൈറ്റായിട്ട് കിട്ടിയിരുന്നു. ഓക്കെ, അപ്പം അതിൽ ഞാൻ ഉപയോഗിച്ച ടൈം മാനേജ്മെൻറ്റ് ടെക്നിക്കാണ് എനിക്ക് വർക്കൗട്ടായത്. അതായത് എനിക്ക് ലൈവൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പകരം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന റെക്കോർഡഡ് സെഷൻസ്, മോക്ക് ടെസ്റ്റ്, PYQ, സ്ട്രാറ്റജി വളരെ ഉപകാരപ്പെട്ടു. എന്താണ് കൃത്യമായിട്ട് പഠിക്കേണ്ട നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു. അത് മന്ത്ലി പ്ലാൻ എൻ്റെ മെൻറ്ററായ സോണൽ സാർ എനിക്ക് അയച്ചു തരും. അപ്പം സോണൽ സാറിനൊരു എന്താ പറയുക ഒരു ഹായ്, ഒരു താങ്ക് യു. അത്രമേലും നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം സാറ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും, അറ്റൻഡ് ചെയ്തോ, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമോ, നമുക്കെല്ലാം വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് സെറ്റാവണം, ഒരു എനർജി വരും. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്തു. പിന്നെ ഈ സമയത്ത് നമുക്ക് എക്സസൈസ് ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. ആ സമയത്തൊക്കെ ഇയർഫോണിൽ അമ്മക്ക് വിചാരിക്കുന്ന പാട്ട് കേൾക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഞാൻ റെക്കോർഡ് ചെയ്ത സാധനം ഉണ്ടാവുമല്ലോ, ഞാൻ ക്ലാസ് എടുത്ത് അത് ഞാൻ റെക്കോർഡ് ചെയ്യുക. അപ്പം ആ ടെക്നിക്കിൽ എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് എനിക്ക് വർക്കൗട്ടായ ടെക്നിക്കാണ്. അപ്പം അങ്ങനെ നമ്മുടെ ചലഞ്ചസിനെ എങ്ങനെ ആ ഒരു ടൈം ഫ്രെയിം കൊണ്ട് നേരിടാം എന്ന് പഠിച്ചിട്ടാണ്. അപ്പം നമ്മൾ എടുക്കുന്ന എഫേർട്ടാണ് പരമപ്രധാനം, സ്ട്രാറ്റജി. ഇപ്പം നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കുന്ന രീതി തെറ്റാണെങ്കിൽ നിങ്ങളതിന് 1 കൊല്ലം എടുത്തിട്ടും കാര്യമില്ല. ഒരു എന്താ പറയുക എക്സാക്റ്റ് സ്ട്രാറ്റജി പ്ലാൻ ഉണ്ടെങ്കിൽ അത് ആ ഒരു ടൈമിനനുസരിച്ച് നടപ്പാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെടുക്കുന്ന ഏത് സമയമാണെങ്കിലും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നിയർലി ഒരു 3 months 4 months ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഒരു കറക്റ്റ് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ വി ക്യാൻ ഈസിലി ക്രാക്ക്. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് അബൌട്ട് അത്. ടൈം ഫ്രെയിമിൻ്റെ കാര്യത്തിൽ ഞാൻ ബുജേറിനെ കുറിച്ച് ഞാൻ പറയാം. ബുജേർ എൻ്റെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. ആൾ ശരിക്കും ജൂൺ ബാച്ചിലേക്ക് കൂടിയുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അഡ്മിഷനാണ് നമ്മളെ ഐഫറിൽ വന്നത്. അതായത് ഡിസംബർ ബാച്ച് കഴിയുന്നൊരു സമയത്ത് ഇനിയിപ്പോൾ അധികം ടൈമില്ല, അപ്പോൾ ജൂണിലേക്ക് കൂടി നോക്കിയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലേക്കാണ് അഡ്മിഷൻ എടുത്തത്. പക്ഷേ ഫസ്റ്റ് കോൾ ചെയ്യുന്ന സമയത്ത് തന്നെ ആൾ ഇത്തവണ തന്നെ കിട്ടണം, അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് സെറ്റിൽ ആവുന്നുള്ള രീതിയിലാണ്. അതേസമയം തന്നെ ഒരു ദീർഘവീക്ഷണം ഉണ്ട്, അഥവാ അത് കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡിലേക്ക് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ പെട്ടെന്ന് വേണം എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ ആൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ശരിക്കും ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലുള്ള ആൾ ഡിസംബർ ബാച്ചിൽ തന്നെ അഡ്മിഷൻ എടുത്ത് ഇനി ഐഫറിന്ന് റീഫണ്ട് മേടിച്ച് പോവാം. അപ്പോൾ അത് ശരിക്കും അതായത് ആ ഒരു ഡിറ്റർമിനേഷനാണ് നമ്മുടെ ടൈം ഫ്രെയിമിൻ്റെ തീരുമാനിക്കുന്നത് എന്നുള്ളത് ബുജേറിൻ്റെ ഒരു എക്സാമ്പിൾ ആസ് എ മെൻറ്റർ ഐ ക്യാൻ സേ. ശരത് ബ്രോ? എന്നെ സംബന്ധിച്ച് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടൈം ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. കാരണം വീട്ടിലൊരു സാഹചര്യം വെച്ചിട്ട് ഈ അറ്റംപ്റ്റ് ഡിസംബറിൽ JRF കിട്ടണോ അതല്ലെങ്കിൽ പണിക്ക് വേറെ പരിപാടി നോക്കി പോകാം. അത് കറക്റ്റായിട്ട് 4 ഭാഗത്തുനിന്നും സംഗതി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ക്ലിയർ ചെയ്യുന്നു ഈ പ്രാവശ്യം എന്തായാലും കിട്ടണമെന്ന്. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സോഷ്യോളജി ഞാൻ എടുത്തത്, ഇത് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ നെറ്റ് കിട്ടിയതുകൊണ്ടാണ് എനിക്ക് അടുത്ത JRF ആണെങ്കിൽ ഈ കോച്ചിങ്ങിന് പോയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടൊരു സംഗതി വീട്ടിൽ നിന്ന് കിട്ടിയതും. ഞാനങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റത്തെ പരിപാടി എന്ന് വെച്ചാൽ നോട്ട് എഴുതാണല്ലോ. നോട്ട് എഴുതാൻ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാത്തൊരു സാധനം. അതിന് എത്ര സമയം വേണമെങ്കിലും എടുക്കും. അപ്പം ആദ്യത്തെ 1.5 മാസം കൊണ്ട് പേപ്പർ 1ഉം 2ഉം കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ലൈവ് നോക്കല്ല, ഞാൻ പഴയ വീഡിയോസ് എടുത്തിട്ടാണ് നോക്കൽ.
അങ്ങനെ അത് പരിപാടി കഴിഞ്ഞ് പിന്നെ പഠിക്കാനിരുന്നപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത് എഴുത്തുമാരിയല്ല പഠിത്തമെന്ന്. കാരണം 2 മണിക്കൂർ എനിക്ക് തികച്ചിരിക്കാൻ പറ്റുന്നില്ല. പറയുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ഒരാളോട് ഇപ്പോൾ എങ്ങനെയാണ് പറയുക, 24 മണിക്കൂർ ഞാൻ വീട്ടിലുണ്ട്, പക്ഷേ എനിക്ക് 2 മണിക്കൂർ ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഫോണ് അത്യാവശ്യം നന്നായി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കണമല്ലോ. ഞാൻ കുറേ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഫോണ് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഇൻസ്റ്റാഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ നേരെ ഷോർട്സിലേക്ക് പോയി. ഇതിങ്ങനെ അകപ്പാടെ ചൊറയായി പോയി. എനിക്കാണെങ്കിൽ ഡിസംബറിൽ സാധനം വേണം. അങ്ങനെ നിൽക്കുമ്പോൾ ആണ് പിന്നെ ഞാൻ ചെറിയൊരു പേപ്പർ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ 4 കോളൊക്കെ വരച്ച് 15 മിനിറ്റ് എന്ന് ഒരു സംഭവം ഉണ്ടാക്കി. ടൈമർ വെച്ച് 15 മിനിറ്റ് ടിക്ക് ചെയ്യും, 15 മിനിറ്റ് ടിക്ക് ചെയ്യും, പിന്നെ 10 മിനിറ്റ് റെസ്റ്റ് ഇങ്ങനെ ഏകദേശം പോയി. അങ്ങനെ ദിവസം പോയിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പിന്നെയും ഒരു പണി കിട്ടിയതെന്താണെന്ന് വെച്ചാൽ 15 മിനിറ്റ് ഞാൻ പഠിക്കല്ലോ, പിന്നെ ഞാൻ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം 15 മിനിറ്റ് പഠിച്ചല്ലോ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ. പക്ഷേ ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഇത് കൺസിസ്റ്റൻ്റ് ആവണം എന്നുള്ളത് കാരണം ഈ 15 മിനിറ്റ് മെല്ലെ 20 മിനിറ്റായി, പിന്നെ ഒറ്റയടിക്ക് 1/2 മണിക്കൂർ ഇരിക്കാമെന്നായി. അങ്ങനെ പോയി. അങ്ങനെ ആദ്യത്തെ ഒരു 2 മാസം കൊണ്ട് തന്നെ എനിക്കൊരു 6 മണിക്കൂർ വരെ ഇരിക്കാമെന്നുള്ളൊരു നിലയ്ക്കായി. അങ്ങനെ അത് സംഭവം റെഡിയായി. പിന്നെ എൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് റോട്ട് ലേണിംഗ് ആണ്. അപ്പോൾ സോഷ്യോളജി ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോവുക. പിന്നെ അപ്പം ഇങ്ങനെ പോയി അവസാനം ഒരു 2 മാസം ഒക്കെ ഉള്ളൂ JRF വരാൻ വേണ്ടിയിട്ട്, എക്സാം വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആണ് പിന്നെ ഡീമോട്ടിവേഷൻ വരാൻ തുടങ്ങി. പഠിച്ചതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ സംഭവം മറന്നുപോയി. അപ്പം കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പിന്നെ ഒരു നല്ല വെള്ള പേപ്പറൊക്കെ എടുത്ത് ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ച്, ഇതിപ്പോൾ 200 മാർക്കൊക്കെ മതിയല്ലോ, 300 വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ടഫായിട്ടുള്ള യൂണിറ്റ് വേറെ എഴുതി വെച്ച്. സോഷ്യോളജി പിന്നെ ടഫായിട്ടുള്ളതൊന്നും പറയാനല്ല, കുറച്ച് ടഫ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഓർക്കാൻ പാടുള്ളത് ഫസ്റ്റത്തെ യൂണിറ്റാണ്. 10-24 തിങ്കേഴ്സ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതവിടെ ഞാൻ വെച്ച് എന്നാലും കുഴപ്പമില്ല, റോട്ട് ലേണിംഗ് അറിയാലോ. പിന്നെ ഇതാണ് ഈ പേപ്പർ 1 3 യൂണിറ്റ്, മാത്സ്, ലോജിക്കൽ റീസണിങ്, പിന്നെ ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഞാൻ മാത്സിൽ വട്ടപ്പൂജ. എനിക്ക് ഇതുവരെ ഒരു സംഗതി കിട്ടിയില്ല. ഫുള്ള് C+D അതിൽ കിടക്കുന്ന ആളാണ്. അപ്പം പക്ഷേ ഞാനത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ 1/2 മണിക്കൂറോ 3/4 മണിക്കൂർ എടുക്കും. അത് നടക്കില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ അത് അവിടെ വെച്ച് എന്തായാലും അത് തീർത്തല്ലോ, ചെയ്യാൻ പറ്റുമെന്ന് അറിയാലോ. പിന്നെ ലോജിക്കൽ റീസണിങ് ആണ്. അത് പുറമേ നിന്ന് നോക്കുമ്പോഴേ അത് ടഫുള്ളൂ. അകത്തിറങ്ങി പഠിക്കാൻ തുടങ്ങുമ്പോൾ സംഭവം ഓക്കെയാണ്. അങ്ങനെ ക്വസ്റ്റ്യനൊക്കെ അങ്ങനെ ചെയ്ത് നോക്കി, അതും ഓക്കെ ആയി. പിന്നെ ഉള്ളത് മാത്സിൽ 5 ക്വസ്റ്റ്യനും ഇതേപോലെ ഞാൻ നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ 5 ക്വസ്റ്റ്യനും കണക്കെടുത്ത് തയ്ക്കില്ല. അത് മറ്റേ ഈ ഡയറക്ഷൻ കാണാനുള്ളത്, റിലേഷൻഷിപ്പ് കാണാനുള്ളത്, ഇങ്ങനത്തെ കുറേ സംഗതി ഉണ്ടല്ലോ. അപ്പോൾ 5-ൽ 5 മാർക്കൊന്നും പോകില്ല, ഒരു 3 മാർക്കോ 2 മാർക്കോ എന്തായാലും കിട്ടും എന്നുള്ള കാര്യം. അപ്പോൾ അതൊന്ന് മനസ്സിൽ സമാധാനമായി. പിന്നെയും പഠിത്തം തുടങ്ങി. എക്സാമിന് 1 മാസം മുന്നേ ഉള്ളപ്പം തന്നെ ഞാനൊക്കെ ഒരു 4 പ്രാവശ്യമെങ്കിലും റിവൈസ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ മാസം ഞാൻ ചെയ്തത് നമ്മുടെ ഐഫർ ആപ്പിലുള്ള ഇതുണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുക, അറിയാത്തത് വേറൊരു പേപ്പറിൽ എഴുതുക, എന്നിട്ട് അത് അങ്ങനെ ഒരു നോട്ടാക്കി വെക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഇനിയാണ് അവസാനത്തേക്ക് വന്ന കുറേ പെട്ടുപോകുന്ന സംഭവങ്ങളുണ്ട്. അതിൽ ആദ്യത്തെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ പഠിക്കാമെന്ന് വെച്ചിട്ട് അവിടെയും ഇവിടേക്ക് കുറച്ച് സംഗതികൾ മാറ്റി വെക്കും. അപ്പോൾ എന്നിട്ട് ഞാനിത് പഠിക്കാൻ കണ്ടെത്തിയ അവസാനത്തെ ആ 1 മാസത്തിലാണ്. അങ്ങനെ നോക്കി പോകുന്നുണ്ട്, പക്ഷെ അത് അത്ര അങ്ങോട്ട് തലയിൽ നിന്നിട്ടുമില്ല. പിന്നത്തെ പ്രശ്നം പിന്നെ സംഭവം എന്ന് വെച്ചാൽ അവസാനത്തെ ഒരാഴ്ച ആയപ്പോൾ വീണ്ടും ഞാൻ റിവിഷൻ പിന്നെയും 5-6 പ്രാവശ്യമായി, ഒക്കെ സെറ്റായി. ലാസ്റ്റ് ആഴ്ചയിൽ 4 ദിവസം മുന്നേ ഞാൻ ഇങ്ങനെ കണക്ക് കൂട്ടി. ലാസ്റ്റത്തെ 2 ദിവസം, 4 ദിവസത്തിൽ 2 ദിവസം എന്ന് പറയുന്നത് പേപ്പർ 1, ലാസ്റ്റത്തെ പിന്നത്തെ 2 ദിവസം പേപ്പർ 2. പേപ്പർ 1 തുടങ്ങി. ഓരോ മണിക്കൂർ വെച്ചിട്ട് ഓരോ ഇതെന്നൊക്കെയാണ് വിചാരിച്ച്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണ് ഞാൻ തുടങ്ങി. ആ ദിവസം ഈ 1 മണിക്കൂറിൽ തീർക്കേണ്ട സാധനം എനിക്ക് 5 മണിക്കൂറായി. അതോടെ കയ്യിൽ നിന്നൊക്കെ പോയി, ഞാൻ ഡൗണായി, ഒക്കെ പോയി. ഇനിയിപ്പോൾ പെട്ടല്ലോ ഈശ്വരാന്നായി. ഞാൻ എന്ത് ചെയ്ത്, പിന്നെ എനിക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ പറ്റിയത് രാത്രി 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എളുപ്പമുള്ള ICT പഠിക്കാമെന്ന് വിചാരിച്ച്. ICT പഠിക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആദ്യം വന്നത് നമ്മുടെ ബൈനറി കൺവേർഷനാണ്. ഞാൻ എഴുതി വെച്ച നോട്ടൊന്നും നോക്കിയിട്ട് മനസ്സിലാകുന്നില്ല. അവസാനം ഞാൻ അത് ചുരുട്ടി കൂട്ടി എറിഞ്ഞ് രണ്ടാമതും വീഡിയോ കണ്ട് പിന്നെയും നോട്ടുണ്ടാക്കി. അപ്പോഴത്തേക്ക് 12 മണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അകപ്പാടെ ഡൗണായി. പിറ്റേ ദിവസം എണീറ്റ് ഞാൻ ഈ കിടക്കയിലൊക്കെ കിടന്ന് ബാലരമ വായിക്കുന്ന പോലെ ഇങ്ങനെ വായിച്ചു പോയി. അങ്ങനെ പേപ്പർ 1 തീർന്ന്. സോഷ്യോളജി ഇത് തന്നെ അവസ്ഥ. പിന്നെ പരീക്ഷയിൽ പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, കയ്യിൽ നിന്ന് പോയിന്, ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല. ഹാപ്പിയായി. ഞാൻ നേരെ ഒരു സ്ട്രെസ്സും ഇല്ലാതെയാണ് എക്സാമിന് പോയത്. കാരണം ഒക്കെ കയ്യിൽ നിന്ന് പോയല്ലോ, ഒരു പേടിയില്ല. നേരെ മാത്സ് പരീക്ഷയ്ക്കൊക്കെ ഞാൻ പണ്ട് എഴുതാൻ പോകുന്ന പോലെയാണ്, കയ്യും വീശി അങ്ങ് പോവുക. ആടെ ഇങ്ങനെ ഇരുന്ന് പിന്നെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാൻ തുടങ്ങി.
ഫസ്റ്റ് റൗണ്ട് പേപ്പർ 2 പോയി, അതിലൊരു 10-30 ക്വസ്റ്റ്യൻ ഡയറക്റ്റായിട്ട് കിട്ടി. പേപ്പർ 2-ലാകുമ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻ അതങ്ങനെ കിട്ടി. രണ്ടാമത്തെ റൗണ്ട് ഞാൻ പിന്നെയും പേപ്പർ 2 പോയി, ക്വസ്റ്റ്യൻ നന്നായിട്ട് ഒന്ന് നോക്കിയപ്പോൾ വീണ്ടും കുറച്ച് ക്വസ്റ്റ്യൻ കിട്ടാൻ തുടങ്ങി. പേപ്പർ 1 തന്നെ അവസ്ഥ. മൂന്നാമത്തെ റൗണ്ട് ഒന്നും കൂടെ നോക്കി. മൂന്നാമത്തെ റൗണ്ടിൽ എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് ഈ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കാരെ കുറച്ച് മനുഷ്യത്തല്ല ആൾക്കാരെ പോലെയാണ്. കാരണം ക്വസ്റ്റ്യനിൽ ഒരു കീവേഡ് ഉണ്ടാവും, ആ കീവേഡ് കണ്ടുപിടിച്ചാൽ സംഭവം കിട്ടും. ആ കീവേഡ് നോക്കി പിന്നെ അടുത്ത 4 ഓപ്ഷൻ ഉണ്ട്. 4 ഓപ്ഷനിൽ ഞാൻ പഠിച്ചത് ആരെങ്കിലും ഉണ്ടോ നോക്കും, ആ ഉണ്ടെങ്കിൽ കണക്ഷൻ ഉണ്ടോ നോക്കും, ഇല്ലെങ്കിൽ ഓപ്ഷൻ പോയി. പിന്നെ ബാക്കി 3 ഓപ്ഷൻ ഉണ്ട്, അതിൽ ഏറ്റവും നല്ല ഗസ്സിങ് ആണ്. ഞാൻ അതൊരു കളിയായിട്ടാണ് കണ്ട് ഈ എക്സാം എന്ന് പറയുന്നത്. അങ്ങനെ കിട്ടിപ്പോകുന്നത്. പക്ഷെ എന്നാലും ഞാൻ കോൺഫിഡൻ്റ് ഒന്നുമല്ല JRF പക്ഷെ നെറ്റ് എന്തായാലും കിട്ടുന്ന ഉറപ്പ്. പക്ഷെ നെറ്റിക്ക് വേണ്ട, എനിക്ക് JRF ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ ARF എക്സാം ഉണ്ടല്ലോ, ആ സെയിം വൈബാണ്. ARF എക്സാം പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ റിസൾട്ട് വന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എന്താണ് അനുഭവിച്ചത് അത് തന്നെ എനിക്ക് ഇവിടെ കിട്ടി. കാരണം ARF എക്സാം ഞാൻ സാറോട് പറഞ്ഞപ്പോൾ സാറേ നടക്കുന്നത് കിട്ടാനൊന്നും പോയില്ല എന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 220 മാർക്ക് അങ്ങനെ ഉണ്ട്. ഇതിൻ്റെ റിസൾട്ട് വരുന്നപ്പോഴും സെയിം വൈബ് 224 മാർക്കോ അങ്ങനെ എന്തോ, അങ്ങനെ ഒരു സംഭവം. അപ്പോൾ എനിക്കിപ്പോൾ ഇത് പഠിക്കാൻ ഇനിയിപ്പോൾ വരുന്ന ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു കാരണവശാൽ ഈ അവസാന നിമിഷത്തേക്ക് ഒന്നും പഠിക്കാൻ നിൽക്കുന്നത് കഴിയുന്നതും 1 മാസം മുന്നേ ഒക്കെ തീർത്ത് വെക്കുക. പിന്നെ റിവിഷൻ നോക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിവിഷൻ അല്ല ചെയ്യേണ്ടത്, റീകോളാണ് ചെയ്യേണ്ടത് എന്നൊരു സംഭവം ഞാൻ മനസ്സിലായി. ഫസ്റ്റ് അറ്റംപ്റ്റ് നെറ്റിൽ ഞാൻ ചെയ്തൊരു സംഗതി ഉണ്ട്, ഞാൻ ചുമ്മാ ചെയ്തൊരു സംഗതിയാണ്. പക്ഷേ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായത്. അന്ന് ഞാൻ ചെയ്തത്, ഞാനൊരു വീഡിയോ കാണും, നോട്ട് എഴുതും, എന്നിട്ട് വേറൊരു A4 ഷീറ്റിൽ ഈ നോട്ടിൻ്റെ ബേസിൽ 1 വേർഡ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ എഴുതും. എന്നിട്ട് പിന്നെ ഞാൻ ഈ റിവിഷൻ നോക്കില്ല, പകരം ഈ ക്വസ്റ്റ്യൻസാണ് നോക്കുക. അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഈ എക്സാമിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഒരിക്കലും നമ്മൾ റിവിഷൻ ചെയ്യുമ്പോൾ റിവിഷൻ അല്ല ചെയ്യേണ്ടത്, റീകോളിംഗ് ആണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സംഗതി അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ നൈസ് അത് പോയി. ഞാൻ അടുത്തൊരു ആസ്പെക്റ്റിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് തരുന്നത് കൊണ്ട് ഡിഫറെൻറ്റ് ആംഗിൾ ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പോൾ ഈ പ്രിപ്പറേഷനിൽ ഇപ്പം പലരും സിമിലർ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അതിന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ കൺസിസ്റ്റൻസി പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ എസ്പെഷ്യലി ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള അത്ര ഓപ്ഷൻ നമുക്ക് നാട്ടിലുണ്ട് അല്ലേ. ബേസിക്കലി നമ്മളെ ആഗ്രഹം JRF ആണെങ്കിലും ഒരു ഉറപ്പില്ലാതെയാണ് പഠിക്കുന്നത്. അപ്പം പഠിച്ചിട്ട് എന്താ കാര്യം, PGക്ക് എന്താ കാര്യം, ഇനി നെറ്റ് കൊണ്ട് വല്ല കാര്യമുണ്ടോ, നെറ്റ് കിട്ടിയിട്ട് ജോലി ഇല്ലാത്ത ആളുകളിൽ JRF ഇങ്ങനെയല്ലേ നാട്ടിൽ ഇങ്ങനെ കുറേ അങ്ങനെ അക്കാഡമിക് ഇൻകൺസിസ്റ്റൻറ്റ് റീസണുകളുണ്ടാവും. പിന്നെ നമ്മളൊക്കെ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള കാരണങ്ങളുണ്ടാവും, സംഭവങ്ങളുണ്ടാവും. ജോലി അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, നമ്മളെ പേഴ്സണൽ എക്സ്പീരിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് സംഭവം NTA ഒക്കെ കുറേ ഇൻകൺസിസ്റ്റൻ്റ് ആയുള്ള കാരണങ്ങളുണ്ടാവും. പെട്ടെന്നൊരു എക്സാം ക്യാൻസലാക്കുക, പുതിയ കുറേ നോട്ടിഫിക്കേഷൻ വരിക, ഇനി ഡിഗ്രിക്കാർക്ക് അങ്ങനെ, PGക്കാർക്ക് അങ്ങനെ. അപ്പം പല സെറ്റ് ഓഫ് റീസണുകളുണ്ട്. അതായത് എനിക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആവാൻ ഒരു കാരണം കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള, വാലിഡ് കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ആസ്പെക്റ്റുകളുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എസ്പെഷ്യലി നെറ്റ് JRF പോലെയുള്ളൊരു എക്സാമുകൾ, ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസ് മനസ്സിലാക്കുന്നത് ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ആവശ്യമുള്ളൊരു എക്സാം അല്ല. നമ്മൾ മറ്റ് പല ഇതിലും പറയുന്ന പോലെ, മറിച്ച് എല്ലാവർക്കും പഠിച്ച് ജയിക്കാവുന്നതാണ്. പക്ഷേ എല്ലാവർക്കും ഇല്ലാത്തൊരു സാധനമാണ് കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് നിങ്ങളുടേതായ സിറ്റുവേഷനുകളിലൂടെ, കാരണം ഇതിൻ്റെ സിലബസൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തമായിട്ട് പഠിച്ച് ആർക്കും പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പോലും പഠിപ്പിക്കേണ്ടതില്ല എൻ്റെ ടൈക്ക്. പക്ഷേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ചിലപ്പോൾ അതൊരു സിസ്റ്റം ആക്കാനും ടൈം ലാഭിപ്പിക്കാനും ഒരു ഫ്രെയിം കൊടുക്കാനും ടീമിനെ കൊണ്ടുവരാനൊക്കെ ആയിരിക്കും സാധിക്കുക. അപ്പോൾ കമ്മിങ് ടു ദാറ്റ്, എങ്ങനെയാണ് നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഇൻകൺസിസ്റ്റൻ്റ് ആവാനുള്ള ഒരുപാട് റീസണുകളുള്ള സമയത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിന്നത്? അല്ലെങ്കിൽ 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾ ശരിക്കും കൺസിസ്റ്റൻ്റ് ആയിരുന്നോ? ഓക്കെ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് നമ്മൾ വി വാണ്ട് ടു ബി റിയലിസ്റ്റിക് എന്നുള്ളതാണല്ലോ അടുത്ത കുട്ടികൾക്ക് കാണുന്നത്. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഓക്കെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളിനിയിപ്പോൾ കംപ്ലീറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും JRF കിട്ടാൻ മാത്രമേ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് JRF കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരുന്നു ആൻഡ് ഹൗ യു മെയിൻറ്റെയിൻ ദാറ്റ് കൺസിസ്റ്റൻസി, ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. അത് ഓൾമോസ്റ്റ് എല്ലാവരും ഒന്ന് പറഞ്ഞാൽ നന്നാവും തോന്നുന്നു. ഓക്കെ, കൺസിസ്റ്റൻസിൻ്റെ ഒരു കേസിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളെപ്പോഴും ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ റൊട്ടീനാണല്ലോ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിനകത്ത് ആ റൊട്ടീൻ റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ ഭയങ്കര ഹൈ ആയിട്ടുള്ള ഒരു 12 മണിക്കൂർ പഠിക്കണം, 15 മണിക്കൂർ പഠിക്കണം, അങ്ങനെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റൊട്ടീൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. നേരെ മറിച്ച് നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്, ഇപ്പോൾ നേരത്തെ വിനീസൊക്കെ പറഞ്ഞ പോലെ ടൈമൊക്കെ ഭയങ്കര പേഴ്സണലാണ് അല്ലേ. ഇപ്പോൾ ഒരു കുട്ടിയുള്ള ഒരാൾക്ക്, വർക്ക് ചെയ്യുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ അനുരാഗ് പറഞ്ഞ പോലെ
ഓരോ പെയിൻ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ടൈം കൺസ്ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ എനിക്ക് എത്ര ടൈം കിട്ടും, അല്ലെങ്കിൽ ബുജേറിന് എത്ര ടൈം കിട്ടും, വിനേശക്ക് എത്ര ടൈം കിട്ടും, അത് നമുക്കൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ ടൈമിനനുസരിച്ച് റിയലിസ്റ്റിക് ആയൊരു റൊട്ടീനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും, ഇല്ലേ? നേരെ മറിച്ച് നമ്മളൊരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ടാർഗറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല. ശരിക്കും നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് എത്ര ടൈം കൊടുക്കാൻ പറ്റും എന്നുള്ളത് അനലൈസ് ചെയ്തിട്ട് അതൊരു റൊട്ടീനാക്കി സെറ്റ് ചെയ്യുകയും അതിൽ കൺസിസ്റ്റൻ്റ് ആവാൻ ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു അതിൻ്റെ ബിയോണ്ടായിട്ട് നമ്മൾ പോയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള റൊട്ടീൻ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ്. ഓക്കെ, എന്നെ സംബന്ധിച്ച് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദർസിൽ ഉള്ളത് ഫുൾ ഷെഡ്യൂൾഡാണ്. ഏകദേശം 5 മണി 5:30 മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഷെഡ്യൂൾഡാണ്. സബക്ക് കാര്യങ്ങളൊക്കെ കൃത്യ ടൈമിങ്ങിൽ നടക്കും. നമ്മളെ ചായ കുടി, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കും. അപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഉസ്താദിൻ്റെ സപ്പോർട്ട് തന്ന് പഠിക്കാനുള്ള ടൈം ഉസ്താദ് സെപ്പറേറ്റ് ചെയ്ത് തന്ന് സബക്കിൻ്റെ കാര്യങ്ങളിലൊക്കെ ചെറിയ രീതിയിലൊക്കെ ഒരു ഇത് തന്ന് വിട്ടുവീഴ്ച തന്ന്. അപ്പോൾ എനിക്ക് ടൈം കൂടുതൽ കിട്ടി തുടങ്ങി എന്ന് പറയുമ്പോൾ ഞാൻ ആ ടൈം ഉണ്ടാക്കാൻ ശ്രമിച്ച്. ഇപ്പോൾ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനൊക്കെ ക്യാൻറ്റീനിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ ടൈം ഞങ്ങൾ ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ഞാനത് മാറി നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ടൈം കൺസ്യൂം ചെയ്തിട്ട് മാക്സിമം ടൈം ഇതിന് എഫേർട്ട് എടുത്തു. പിന്നെ നൈറ്റ് സമയത്താണ് ഞാൻ കൂടുതൽ റെക്കോർഡഡ് സെഷൻസ് കാണുക. ലൈവ് സെഷൻസ് ആ ടൈമിൽ ഞാൻ അറ്റൻഡ് ചെയ്യും. എങ്ങനെയാണ് സംഗതി എന്നുള്ളതൊക്കെ മനസ്സിലാക്കി വെക്കും. നോട്ട്സ് പറ്റുന്നിടത്തോളം എഴുതി വെക്കും. പിന്നീട് റെക്കോർഡഡ് സെഷൻസ് റിപ്പീറ്റഡ്ലി ഞാൻ കേൾക്കും. അതേപോലെ തന്നെ അവസാന ടൈമായ സമയത്ത് മോക്ക് ടെസ്റ്റുകളും കാറ്റഗറൈസ്ഡ് PYQs അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുണ്ട്. അത് കൂടുതൽ ചെയ്ത് പിന്നെ നമുക്ക് തന്നെ ഒരു ഇത് കിട്ടി തുടങ്ങി. ഇതിൽ നമുക്കിങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്ട്രാറ്റജി അവിടെ കിട്ടിയപ്പോൾ പിന്നുള്ളതൊക്കെ എളുപ്പമായിരുന്നു. ടൈം മാനേജ്മെൻറ്റിൽ നല്ലോണം ഞാനൊന്ന് ഫസ്റ്റ് എനിക്ക് ഒന്ന് റൂട്ടിലോട്ട് കയറി വരാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു. പിന്നീട് പോകെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ടൈം ഫ്രെയിമിൽ തന്നെ നിൽക്കാൻ പറ്റി. കാരണം ദർസിൽ ഫോണോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് അലർട്ടഡ് ആയിട്ടുള്ള ടൈമിൽ മാത്രമേ സാധനം കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പഠിക്കാൻ കാര്യങ്ങൾക്കും മൊബൈൽ ഇൻ്റർനെറ്റോ കണക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് പ്രോപ്പറായിട്ട് അത് തന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തന്ന് ഞാൻ അത് മാക്സിമം എൻ്റെ എഫേർട്ടിൽ തന്നെ ഞാൻ ചെയ്ത്. പിന്നെ റീൽസ്, ഷോർട്സ് അങ്ങനത്തെ ആ ഒരു രീതിയിലോട്ടൊന്നും ഞാൻ എൻ്റെ ഇത് കൊണ്ടുപോയില്ല. ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് തന്നെ അത് ചെയ്ത്. കാരണം ദർസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസിപ്ലിൻസ് കീപ്പ് ചെയ്യാണ്ട്, അപ്പോൾ ആ ഡിസിപ്ലിൻസ് അതിനനുസരിച്ച് തന്നെ നമ്മൾ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഓക്കെ, കൺസിസ്റ്റൻസി എല്ലാ കോമ്പറ്റീറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഞാൻ UPSCക്ക് പഠിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഈ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നതുമായിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് സമയം ഡെയിലി പഠിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലേക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കൺസിസ്റ്റൻ്റ് ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്താൽ, അഥവാ JRF എക്സാം നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അതിനെക്കുറിച്ച് നമ്മൾ അറിയുക എന്നത് നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആക്കി നിർത്തും. അങ്ങനെ മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ എന്തായാലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒന്നാമത്തത് ഫയറാണ്. നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എത്ര സമയം ഇരിക്കാൻ റെഡിയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ മടുപ്പ് വരും. അപ്പോൾ ടെക്നിക്ക് ഉപയോഗിക്കാം. എനിക്ക് ഏറ്റവും മടുക്കാത്ത ടെക്നിക്കാണ് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ എൻ്റെ പഠനത്തെ മറ്റൊരാൾക്ക് പഠിപ്പിക്കുന്നത് പോലെ റെക്കോർഡ് ചെയ്തു, അതിലൂടെ ഞാൻ പഠിക്കുന്നു. അപ്പം എൻ്റെ കൺസിസ്റ്റൻസി എന്തായി? ഇന്നത്തെ ദിവസം ചിലപ്പം ഇന്ന് എനിക്ക് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ചിലപ്പോൾ ഇരിക്കാൻ പറ്റിയ ഒരു 5 മണിക്കൂറായിരിക്കും. നാളെ എനിക്ക് ചിലപ്പോൾ 7 മണിക്കൂർ ഇരിക്കാൻ പറ്റിയെന്ന് വരും. ഗ്യാപ്പ് ഇട്ട്
ഇതിനിടയ്ക്ക് നാപ്പും. ഒന്നാമത് ഞാൻ പറഞ്ഞാൽ ഞാൻ സ്ട്രെസ്ഫുള്ളാക്കിയില്ല ജേണി, എൻജോയ് ചെയ്തിട്ട് പഠിക്കുക. കാരണം പഠിക്കുന്ന രീതി മടുപ്പില്ല, പഠിക്കുന്ന കാര്യവും മടുപ്പില്ല, സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. അതാണ് കൺസിസ്റ്റൻസി. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, നമ്മൾ ശമ്പളവും തരൂല, നിങ്ങൾ ഈ ദിവസം മൊത്തം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യും. അപ്പം അങ്ങനെയുള്ളൊരു സബ്ജക്റ്റായിരുന്നു. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സയൻസ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. അത് ഒന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസി. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നീഡുണ്ടോ, ആവശ്യമുണ്ടോ. ഇത് അനുരാഗിനെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കാണണമെന്ന് അനുരാഗിന് ആഗ്രഹമുണ്ട്. അപ്പം ഞാനൊരു എന്താ പറയുക, ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രൊഫസറാണ്. ഒരു പ്രൊഫസർ ഇത്ര സമയം മാറ്റി വെക്കും പിള്ളേരെ പഠിപ്പിക്കാൻ. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് എന്താ, എനിക്ക് പ്രൊഫസറാവാനുള്ളത് ഞാൻ പഠിപ്പിച്ചു. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പിന്നെ ദിവസവും നമുക്ക് ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ കിട്ടുന്ന സമയം ഏറ്റവും ടെക്നിക്കലി ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഈ ലക്ഷ്യവും ആവശ്യവും എന്നതിനേക്കാൾ അപ്പുറം ഞങ്ങൾ ഗേൾസിന് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സൊസൈറ്റിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വരാണ്ട്, അതായത് ഇപ്പോഴും പഠിച്ച് എവിടെ എത്തിയില്ലേ, എന്തായി. അപ്പോൾ അതും കൂടി നമ്മളെ സ്ഥിരമായിട്ട് പഠിക്കാനുള്ള എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതാണ്. ഞാൻ ആദ്യമൊന്നും സാർ പറഞ്ഞപ്പോൾ ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയം ഒരു ഫംഗ്ഷനും ഞാൻ അറ്റൻഡ് ചെയ്യില്ല. ഇവളെന്താ വരാത്ത, അവൾ പഠിക്കുകയാണ്, എന്തോ ഒരു സാധനം പഠിക്കുകയാണ്, അത്രേ ഉള്ളൂ. പക്ഷേ പിന്നെ സാറിൻ്റെ അതിനെല്ലാം പറയുന്നത് നിങ്ങൾ ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യണം. പിന്നെ ഞാൻ അടുത്ത ഇതായപ്പോൾ തന്നെ ഞാൻ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറഞ്ഞു. പക്ഷേ ഈ ഒരു അവർ ചോദിക്കുന്നുണ്ട്, ജോലി ആയില്ലേ, പഠിക്കുന്നില്ലേ, ആ ഒരു ചോദ്യം എന്നെ കൂടുതൽ ഇരുത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അപ്പുറം ഉള്ളൊരു ഇതായിരുന്നു. അതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് എന്നെ പഠിക്കാൻ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ഇല്ല, കാരണം ഞാൻ JRF ക്വാളിഫൈ ചെയ്തു. ഇനി എനിക്ക് പക്ഷേ എന്താണ് നമ്മൾ സൊസൈറ്റിനെ അങ്ങനെ പറയുന്നല്ല, പക്ഷേ ഒരിപ്പോഴും ഇത് ജോലി റിസർച്ച് ചെയ്യാന്നതിനപ്പുറം ഒരു എന്തോ ഒരു ജോലി തേടി ഇനി പഠിക്കാനിരിക്കരുത് കേട്ടോ. അതാണ് എന്നോട് പറയും, ഇനി പഠിക്കാനിരിക്കരുത്, ഇനി വേഗം ജോലി കയറുക എന്നുള്ള ഓപ്ഷൻസ് മാത്രമേ അവർ മുന്നിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മെയിനായിട്ട് ഈ ലക്ഷ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അപ്പുറം ഇതും കൂടി എനിക്ക് സമൂഹത്തിൻ്റെ ചോദ്യം കൂടി ഇല്ലാതാക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധം കൂടി ഉണ്ടായിരുന്നു എൻ്റെ പിന്നിൽ. ഓക്കെ സോ അടുത്തൊരു ക്വസ്റ്റ്യൻ, അപ്പം ഉനൈസിൽ നിന്ന് തന്നെ തുടങ്ങാൻ തോന്നും. അപ്പോൾ നമ്മൾ ഇതുവരെ ചോദിച്ചത് ഇപ്രാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ്. ഇനി ആ ആസ്പിറൻസിന് വേണ്ടിയിട്ടല്ല. നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ പല സ്ഥലങ്ങളിലും പോയി നമ്മുടെ ടീമിനോടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് സപ്പോർട്ടീവ് സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് വരും ഇങ്ങനെ പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമായിട്ട് എനിക്ക് റീസെൻ്റ്ലി ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ സ്ഥലത്തും പാരൻസിന് മക്കളെ നല്ല ഇഷ്ടമാണ്, പാർട്ട്ണറെ നല്ല ഇഷ്ടമാണ്. ഓക്കെ, ഫാമിലിക്ക് ക്ലോസ് ആയിട്ടുള്ള ആളുകളെ, പുറത്തുള്ള ആളുകളുണ്ടാവും, അതാണല്ലോ നമ്മളെ ഏറ്റവും ബോധർ ചെയ്യുന്നത്. ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്, ഓലൊക്കെ പഠിക്കണം ജയിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ പല കുട്ടികളോട് വൈഫറിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ വളരെ പ്രിയപ്പെട്ട ആളുകളുടെ സ്നേഹമാണ് ഏറ്റവും വലിയ പ്രഷറായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുന്ന ചില ഹസ്ബൻഡുമാർ എന്നോട് പറഞ്ഞിട്ട്, ഞാൻ ഇപ്രാവശ്യം അവരോട് പറഞ്ഞു ഇതെൻ്റെ അവസാന ചാൻസ് ആട്ടോ, ഇനിയൊരു അവസരമല്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എനിക്കറിയാം അങ്ങനെ പറഞ്ഞാൽ ഓള് പഠിക്കും, ഞാൻ ഓളെ പേടിപ്പിച്ചതാണ്. ഇതേ വൈഫിന് എന്നോട് പറഞ്ഞിട്ട് ഹസ്ബൻഡിൻ്റെ പ്രഷർ കൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, ഡിഫറെൻറ്റ് ഡയമെൻഷൻ. ഇതേപോലെ ചില ആളുകൾ പറയുന്നുണ്ട്, അമ്മക്ക് അച്ഛനും എന്നെ നല്ല ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ ജയിക്കുന്നവർക്ക് ഉറപ്പാണ്, അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ എന്തായാലും ഈ ജയിക്കും എനിക്ക് ഉറപ്പാണ് മോനെ, ശോല ഉറപ്പ് എനിക്ക്. അതായത് ബേസിക്കലി എന്താ വെച്ചാൽ ഇവിടെയൊക്കെ സ്നേഹത്തോടെ കൊടുക്കുന്ന സപ്പോർട്ടാണ്. പക്ഷേ ആ സപ്പോർട്ടുകളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രഷറായിട്ടാണ് എല്ലാ കേസുകളിലല്ല ഞാൻ പറയുന്ന പല കേസുകളിലും വരുന്നത്. ഇനി അതല്ലാതെ നമ്മളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഓൾറെഡി കരുതുന്നവരെക്കുറിച്ച് പിന്നെ നമുക്കൊരു ചർച്ചയില്ലല്ലോ, അവരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം എങ്ങനെയാണ് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം എത്രത്തോളമാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആവുന്നത്? രണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സപ്പോർട്ട് സിസ്റ്റം ആഗ്രഹിക്കുന്നത് എന്നുള്ളത്, അതിനാണ് ഒന്നുകൂടി ക്ലാരിറ്റി വരേണ്ടത് എനിക്ക് തോന്നുന്നു. ഏത് രീതിയിലുള്ള സപ്പോർട്ടിങ് സിസ്റ്റമാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മളെ പ്രിയപ്പെട്ടവർ, എസ്പെഷ്യലി ഞാൻ പാരൻസ്, പാർട്ട്നേഴ്സ്, ക്ലോസ്ഡ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേ നോക്കുന്നുള്ളൂ, സമൂഹത്തെ നന്നാക്കുന്ന ചോദ്യമല്ല. ഓക്കെ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പം നിങ്ങളൊരു സപ്പോർട്ടിങ് സിസ്റ്റത്തിനെ കുറിച്ച് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച്, ഇത് ഇൻ്റർവ്യൂ കാണുന്ന നമ്മളെ പ്രിയപ്പെട്ട എഴുതാൻ പോകുന്ന കുട്ടികളുടെ സപ്പോർട്ടിങ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യം. സപ്പോർട്ട് ഏറ്റവും കൂടുതൽ 2 ഫാമിലിയും അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പേപ്പർ 1 എനിക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ 2 പേരും ഒരുമിച്ചാണ്. ശരിക്കും ഞാൻ ഒരുമിച്ചാണ് പേപ്പർ 1 പ്രിപ്പയർ ചെയ്ത് എനിക്ക് ഡാറ്റ
മാത്സ് ഞാൻ 10th നിർത്തിയ സാധനമായിരുന്നു. അതെനിക്ക് ബേസിക് തൊട്ട് എനിക്ക് 5 മാർക്കും കംപ്ലീറ്റ്ലി 5ഉം സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഷെവിൽ തന്നെയാണ്. പിന്നെ ഫസ്റ്റൊക്കെ ഒരിക്കൽ തുടക്കത്തിൽ ഇതിൽ അറിയാത്തൊരു പ്രശ്നമാണ്. ഞാൻ ഡിഗ്രി റെഗുലർ ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്, PG ഞാൻ ഡിസ്റ്റൻസായി ചെയ്തത്. അപ്പോൾ നമ്മുടെ ഫാമിലി ആയാലും ആദ്യമൊക്കെ ഓർക്ക് ഇവൾ പഠിക്കാമെന്ന്, പിന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഇവൾ പഠിക്കുന്ന സമയത്ത് വരരുത്, അയൽവാസികൾ പോലും എൻ്റെ അടുത്ത് വരില്ല, എക്സാം ആയാൽ ആരും വരില്ല. കാരണം ഓള് പഠിക്കുകയാണ്. അപ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ തന്നെയാണ് ആരും വരാറില്ല. കാരണം അത്രയും അതിനെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എല്ലാ ഫാമിലിയും താമസിക്കാൻ വരെ വീട്ടിലേക്ക് വരില്ല. കാരണം ഓള് പഠിക്കുകയാണ്, ഓളെ സമയം നഷ്ടപ്പെടും എന്നുള്ളത്. പിന്നെ പാർട്ട്ണറിൻ്റെ സപ്പോർട്ട്, അത് പിന്നെ എനിക്ക് പറയാനൊന്നുമില്ല. അത് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് പേപ്പർ വടയിൽ സ്കോർ ചെയ്യാൻ പറ്റിയത്. അല്ലാണ്ട് എനിക്ക് ഒരു 0യിൽ നിന്നാണ് എനിക്ക് ഈ സ്കോർ ചെയ്യാൻ പറ്റിയത്. ഈ പ്രാവശ്യം എനിക്ക് 64 മാർക്കിൽ എത്തിപ്പെടാൻ പറ്റിയത് അതന്നെയാണ് പേപ്പർ 1. ഓക്കെ സോ ദാറ്റ്സ്. അപ്പം നമുക്കിതൊന്ന് മനസ്സിലാവുന്ന ഒരു സാധനം, നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ പരീക്ഷ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ, വെദർ യുവർ ഹസ്ബൻഡ് ഓഫ് വൈഫ്, ഏറ്റവും നന്നായിട്ട് കൊടുക്കാവുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളും നെറ്റിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണെന്ന് തോന്നുന്നില്ല. ഇങ്ങോട്ട് ഒരുമിച്ചിട്ട് പേപ്പർ 1 പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് വാരീസ്, ഗോട്ട് ഇറ്റ്. ഓരോരുത്തരുടെ സിറ്റുവേഷൻ. ഓക്കെ, സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ഐഫറിൻ്റെ മെൻറ്റേഴ്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, ചുറ്റുപാടുണ്ട്. എന്നെ സംബന്ധിച്ച് ചുറ്റുപാടുണ്ട്. കാരണം എൻ്റെ നാട്ടുകാർ എന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു ഏരിയയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ ഐഡിയ ഷിഫ്റ്റ് ചെയ്തു. UPSC തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട്, UPSCയിലേക്കായിരുന്നു ഫോക്കസ് ഉണ്ടായത്. സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് നെറ്റിലേക്ക് പോകാമെന്നുണ്ടായിരുന്നു ഒരു ഡിഗ്രിയുടെ അവസാന കാലഘട്ടത്തിൽ. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ ഡിസ്റ്റൻ്റായിട്ട് PG പോവാം. അപ്പോൾ എൻ്റെ നാട്ടിൽ ഡിസ്റ്റൻ്റ് PG കേൾവിയില്ല. നാട്ടുകാർക്കെല്ലാം പല ആൾക്കാരും പാരൻസോടെല്ലാം ചോദിക്കും, ഒന്നെന്താ വെറുതെ വീട്ടിലിരിക്കുന്നത്. വീട്ടുകാർക്ക് എൻ്റെ ഡൗട്ട്, എന്താ സംഭവം? കാരണം ഇത്രോളം അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നു. പിന്നെ എനിക്ക് അക്കാദമിക്കലി എന്ന് പറഞ്ഞാൽ കുഞ്ഞു മാർക്കിനെല്ലാം ഫുൾ A+ എല്ലാം നഷ്ടപ്പെട്ട എൻ്റെ അക്കാദമിക്കലി ഒരു സാധനം ക്രാക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു എൻ്റെ സൈഡുണ്ട്. ആൾക്കാർ ഡൗട്ട് അടിക്കുക, ഈ ഡിസ്റ്റൻ്റ് PG ഒക്കെ പറ്റുമോ? എൻ്റെ ഡിസ്റ്റൻ്റ് PG നീ ഇനി പ്രിപ്പയർ ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ പറ്റുമോ, എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ ഒരു ഡൗട്ടുള്ള ഒരു ഭാഗം. അതുകൊണ്ടൊക്കെ എന്തില്ല, പ്രഷറില്ല. എനിക്ക് പ്രഷറില്ല, എനിക്ക് ക്രാക്ക് ചെയ്യണമെന്നുള്ള വാശിയാണ്. പിന്നെ പാരൻസിനോട് ഞാൻ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഐഫറിൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്, ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം അവർ ഓൾറെഡി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വാട്ട് എവർ യു ടേക്ക് യു ഗോ, ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. നീ എന്ത് ചെയ്യുന്നു നീ ചെയ്തോ. പ്രത്യേകിച്ച് അച്ഛനൊക്കെ അവർ വിദ്യാഭ്യാസപരമായിട്ട് അങ്ങനെ ഉന്നതിയിലുള്ള ആൾക്കാരൊന്നുമല്ല, സാധാരണ ആൾക്കാരാണ്. അപ്പം എൻ്റെ കൂടെ നിന്നു എന്നുള്ളത് ഏറ്റവും അതായത് ഒരു എല്ലാവരും എൻ്റെ പ്രായത്തിലുള്ളവർ ഒക്കെ ഓരോരു കോഴ്സ് എടുത്ത് പോകുമ്പോൾ നിനക്ക് ജോലിയായി പൊതുവേ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോബേ ഞാൻ ചെയ്യൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ്. ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെടണം, എന്നാലല്ലേ നമുക്ക് കഷ്ടപ്പെടാതെ ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ടൈം എടുത്താലും പ്രശ്നമില്ല. അപ്പോൾ അതിന് പാരൻസ് ഒക്കെ നിന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇപ്പോൾ ആൾക്കാർ പോസ്റ്ററെല്ലാം അടിച്ച് ഇറക്കുന്നുണ്ട് ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുന്ന. അപ്പോൾ ഇങ്ങനെ പറ്റി, എങ്ങനെ സാധിച്ചെടുത്തു കുട്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പം പിന്നെ മെൻറ്റേഴ്സ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആകെ നമ്മൾ എന്ത് ചെയ്തതെന്ന് അറിയുന്നത് മെൻറ്റേഴ്സിനാണ്. അപ്പം സോണൽ സാറ് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയ്ക്ക് 2 നേരം വിളിക്കും. ഞാൻ അറ്റൻഡ് പൊതുവെ കുറവാണ്. അപ്പം എന്നാലും സാറ് മെസ്സേജ് അയക്കും, ഞാൻ ഡൗട്ടുള്ളതെല്ലാം സാറോട് ചോദിക്കും. പക്ഷേ സാർ എന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും കംഫർട്ടബിളായിട്ട് വെച്ചു. ഞാൻ അനീസ് സാറിനോട് ഒരു താങ്ക്സ് പറയുന്നത്, ഐഫറിലെ മെൻറ്റേഴ്സ് എന്തൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലാണ് അവർക്ക്. ഭയങ്കരമായിട്ട് ടെൻഷൻ ഫ്രീ ആക്കും. ഞാൻ സാറ് പറ്റുമെന്ന് തോന്നില്ല സാറ്, കുറച്ച് അലമ്പാണ് സിറ്റുവേഷൻ. പ്രശ്നമില്ല, നമുക്ക് ടൈമുണ്ടല്ലോ, കുഴപ്പമില്ല, ഓക്കെ. അപ്പം നമുക്കൊരു ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് എടുക്കണമല്ലോ എന്നുള്ളൊരു
എന്താ പറയുക ഒരു ചിന്ത. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ അയച്ചു തരും. അപ്പം സോണൽ സാറ് ശരിക്കും ഞാൻ അത്ര അവോയ്ഡ് ചെയ്തിട്ട് സാറിന്. അപ്പം അത് പിന്നീട് സാറിന് മനസ്സിലായി എന്തുകൊണ്ടാണ്. ഞാൻ ഫസ്റ്റ് റിസൾട്ട് നോക്കി സോണൽ സാറിന് അയച്ചു കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അപ്പം സോണൽ സാറിൻ്റെ എന്തായിട്ടും ഒരു എന്താ പറയുക ഒരു ഷൗട്ട് ഔട്ടാണ് സാറിന്. കാരണം സാറ് നല്ലൊരു സപ്പോർട്ട്. സാറിന് വേണ്ടി എനിക്ക് പൊതുവേ എനിക്ക് ടീച്ചേഴ്സിനെ പിടിക്കാറില്ല. മീൻസ് ഞാനൊരു ഡിഗ്രി ആണെങ്കിലും ഞാൻ കോളേജിലൊക്കെ വളരെ ചുരുക്കമാണ് പോയത്. സെൽഫായിട്ട് തന്നെയായിരുന്നു പഠിച്ചത്. ആ ഒരു കോൺഫിഡൻസാണ് PG ഞാൻ ഇഗ്നോയിൽ ചെയ്യാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായത്. പ്രത്യേകിച്ച് നമ്മുടെ സബ്ജക്റ്റ് അങ്ങനെയാണല്ലോ, ലബോറട്ടറിയിലൊന്നും പോയിട്ട് ചെയ്യേണ്ട സാധനമല്ലല്ലോ. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി. ബെറ്റർ അതൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് സാറ് പറയുന്ന ഇൻപുട്ടിനനുസരിച്ച് നമ്മൾ ലാസ്റ്റ് ടൈമൊക്കെ നോക്കാൻ തുടങ്ങി. അപ്പം അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നു എന്ന് അറിയുന്നത് ആകെ സോണൽ സാറിന് മാത്രമാണ്, ഹൈഫറിലുള്ളവർക്ക് മാത്രമാണ്. പിന്നെ എനിക്കും ബാക്കി ഞാനൊരു എക്സ്റ്റേണൽ പ്രഷർ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചെയ്യുന്നു, അത് റിസൾട്ട് വരുമ്പോൾ അവരറിഞ്ഞാൽ മതി എന്നുള്ളൊരു ടേക്കായിരുന്നു. പാരൻസിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ നെറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറഞ്ഞില്ല. അരി സാറ് കുറച്ച് ദിവസം മുമ്പ് വീട്ടിലേക്ക് വരുമ്പോൾ അമ്മക്കെല്ലാം ഇതാരാ അങ്ങനെയുള്ളൊരു ടേക്കായിരുന്നു. അപ്പം എപ്പോഴാണ് ഇങ്ങനെ കോഴ്സിന് അപ്പം ഞാൻ ആ പ്രഷർ വേണ്ട. കാരണം അങ്ങനെ ഒരു പ്രഷർ നേരിട്ട, പ്രത്യേകിച്ച് നാട്ടിൽ കുറച്ച് സാമൂഹികപരമായിട്ടും കുറച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഹൈപ്പുള്ള ഇമേജുള്ള വ്യക്തി ആയതുകൊണ്ട് ആ പെട്ടെന്നൊക്കെ ഒരു ഡൗൺ വരുമ്പോൾ കുറച്ചൊരു ഈ ഡിഗ്രി കാലഘട്ടത്തിൽ കുറച്ച് എൻ്റെ പേഴ്സണലി ഒന്ന് ബാക്ക് ആകുമ്പോൾ എനിക്ക് ആ പ്രഷർ ഒരു ഓവർ കോൺഫിഡൻ്റ് ആയോ എന്ന് ഞാൻ അങ്ങനെയാണോ എനിക്ക് ചില ഡ്രോബാക്ക് പറ്റിയെന്ന് തോന്നി. അപ്പം ഞാൻ ഈ രണ്ടാമത്തെ ഒരു വരവിൽ ഒന്നും ഞാൻ ചെയ്യുന്നവർക്ക് ഞാൻ അറിഞ്ഞാൽ മതി, എൻ്റെ റിസൾട്ട് സംസാരിക്കട്ടെ എന്നുള്ള ഒരു ടേക്കിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് പ്രഷർ ഉണ്ടായിരുന്നില്ല. മീൻസ് നമ്മൾ പറഞ്ഞല്ലോ ഇനി ജനുവരിയിൽ കിട്ടിയില്ലെങ്കിൽ ജൂൺ, ആ ഒരു ടേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മച്ചാൻ പറഞ്ഞ മാതിരി ജനുവരിയിൽ ക്രാക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്താ പറയുക, നമുക്ക് മാക്സിമം എഫേർട്ട് ഇടണമെന്നുണ്ടായിരുന്നു. അപ്പം അതാണ് സപ്പോർട്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്നത്. പ്രഷർ മാക്സിമം ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രഷർ, സ്നേഹം കൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രഷർ ഞാൻ കുറച്ചിരുന്നു. പിന്നെ അവരായിട്ടൊന്നും തടസ്സം വന്നില്ല. നീ എന്ത് ചെയ്ത്, അവർക്ക് അറിയില്ലല്ലോ എന്ത് ചെയ്താലും ഞാൻ ചെയ്തതൊക്കെ ഞാൻ എടുക്കുന്ന ഡിസിഷൻ, നമ്മൾ രത്തൻ ടാറ്റ പറയുന്ന പോലെ നമ്മളാരും ശരിയായ ഡിസിഷൻ എടുക്കുന്നില്ല, എടുത്ത ഡിസിഷൻസിനെ ശരിയാക്കാറാണ് പതിവ്. അപ്പം ഞാനെടുത്ത ഡിസിഷൻ ശരിയാവണമെങ്കിൽ എനിക്ക് നെറ്റും JRF ക്രാക്ക് ചെയ്തേ പറ്റൂ. അപ്പം അതിന് ആ സപ്പോർട്ട് സിസ്റ്റം എന്തൊക്കെ ഞാൻ അറിയാതെ നിന്നു എന്നുള്ളത് എന്താ പറയുക ദൈവത്തിൻ്റെ ഒരു ഭാഗ്യം കൂടിയാണ്. ഓക്കെ, അപ്പം അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഫാമിലിയിൽ നിന്ന് വരുന്ന ഈ സപ്പോർട്ടിനെ പറ്റി പറയുമ്പം കുറേയൊക്കെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ്. അത്യാവശ്യം റിച്ചുള്ള ടീമാണെങ്കിൽ വീട്ടിൽ നിന്ന് അത്ര പ്രശ്നമല്ല. പക്ഷേ മിഡിൽ ക്ലാസ്സിലൊക്കെ ആവുന്ന സമയത്ത് എന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് അത്യാവശ്യം പ്രഷർ വരും. പക്ഷേ വീട്ടിൽ നിന്ന് വീട്ടുകാരല്ലെന്ന് വിചാരിക്കുക, നാട്ടുകാരൊരു പ്രഷർ വരാണ്ട്. ഞാൻ ഇവിടെ PG കഴിഞ്ഞ് എത്തിയതിന് ശേഷം ഞാൻ പിന്നെ 2 പ്രാവശ്യമാണ് അടുത്തുള്ള കടയിൽ പോയി. അതിന് ഞാൻ നിർത്തി, ശരിയാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ട്. പിന്നെ എന്ന് വെച്ചാൽ ആ സപ്പോർട്ട് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ദൈവം സഹായിച്ച് ഒരു 9 സപ്ലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 2 കൊല്ലം പോയി, കൊറോണ വന്ന്. അപ്പോൾ ഓൾറെഡി വയസ്സായി വരികയാണ്. പിന്നെ ഞാൻ നെറ്റ് എന്ന് പറഞ്ഞപ്പോൾ അമ്മ വിചാരിച്ച് ഇവൻ വീണ്ടും ഉടായ്പ കളിക്കാനുള്ള പരിപാടിയാണോ എന്ന്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ വന്ന് PG കഴിഞ്ഞ് നേരെ ഇവിടെ എത്തി. അപ്പോഴാണ് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് എക്സാം വരുന്നത്. അത് പേപ്പറിലൊക്കെ ഇങ്ങനെ വരച്ച് ഒക്കെ ആ സംഭവമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആകപ്പാടെ ഡൗൺ ആയിപ്പോയി. കാരണം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. PG കഴിഞ്ഞ് നേരെ വന്നതാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ ബൈക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ എനിക്ക് ഓർമ്മയുള്ള അടുത്ത വീട്ടിലെത്തിയതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുക, ആകെയുള്ള പ്രതീക്ഷ പോയി, ഇനിയിപ്പം വേറെ പണിക്ക് പോകാന്നുള്ള അങ്ങനെ നിന്നതാണ്. അങ്ങനെയാണ് എക്സാം കട്ടാവുന്നത്. പിന്നെ ഒരു 1.5 മാസം കിട്ടി. ആ 1.5 മാസം കൊണ്ടാണ് പിന്നെ വേഗം പഠിച്ച് അതിലാണ് എനിക്ക് നെറ്റ് കിട്ടിയത്. നെറ്റ് കിട്ടിയത് കൊണ്ട് പിന്നെ എന്താണ് വിശ്വാസമായി, വീട്ടുകാർക്ക് വിശ്വാസമായി. പിന്നെ അവർ നല്ല സപ്പോർട്ട് തരാൻ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ ഇനീഷ്യലുള്ള ഒരു സപ്പോർട്ട് ഇല്ലാത്ത പ്രശ്നം എനിക്ക് പിന്നെ വന്നില്ല. JRFലേക്കുള്ള യാത്രയിൽ അത് തന്നെ, കാരണം ഒരു സ്ട്രെസ്സും ഇല്ല, ജസ്റ്റ് പഠിച്ചാൽ മതി. ഐഫറിന്ന് നമുക്ക് സാധനം കിട്ടുന്നുണ്ട്, അതങ്ങ് പഠിച്ചാൽ മതി, കാര്യങ്ങൾ അതേമാതിരി മുറയ്ക്കങ്ങ് ചെയ്താൽ മതി.
എക്സാം എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. സ്ട്രെയിറ്റ് കാര്യങ്ങൾ സ്ട്രെയിറ്റ് ചെയ്യും. സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു യാത്രയിൽ. എനിക്കുണ്ടായിരുന്ന സപ്പോർട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉസ്താദന്മാരായിരുന്നു. അതിൽ കൂടുതൽ സപ്പോർട്ട് ഫിനാൻഷ്യലി വീട്ടിൽ നിന്ന് ഐഫറിൽ ജോയിൻ ചെയ്യാനും ഇതിനൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായിരുന്നു. പിന്നീട് എനിക്ക് സപ്പോർട്ട് കൂടുതൽ ഉസ്താദന്മാരുടെ അടുത്ത് തന്നെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്ത് ഐഫറിൻ്റെ ARF എക്സാം അതിൽ ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ടെടുത്തു. മാക്സിമം എഫേർട്ട് ഇട്ടപ്പോൾ ഉസ്താദന്മാർക്ക് ഒരു വിശ്വാസം വന്നിന്നിൽ. അപ്പോൾ ഉസ്താദന്മാരുടെ അടുത്ത് നിന്ന് കൂടുതൽ എങ്ങനെ വെച്ചാൽ ഇപ്രാവശ്യം തന്നെ JRF ക്രാക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ കൂടുതൽ ഒരു കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ എൻകറേജ്മെൻറ്റ് കിട്ടി. അപ്പോൾ ഞാൻ തീരുമാനിച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നുള്ളതിൽ നല്ലോണം ട്രൈ ചെയ്ത് അവരെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ബാക്കിൽ ഒരു ഇനീഷ്യൽ സപ്പോർട്ട്, മുമ്പ് പറഞ്ഞ പോലെ ഇനീഷ്യൽ സപ്പോർട്ട് ഉസ്താദന്മാരുടെ നിന്ന് നല്ല കിട്ടിയതുകൊണ്ട് എനിക്ക് പ്രത്യേക ടൈമിങ് ഉസ്താദ് ഇപ്പോൾ തന്ന് പഠിക്കാൻ. അപ്പോൾ ആ ടൈം മാക്സിമം ഞാൻ യൂട്ടിലൈസ് ചെയ്ത് എവിടെയും കളയാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയത്. പിന്നീട് സപ്പോർട്ടീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐഫറിലുള്ള മെൻറ്റർ നിബുലാമസ്, ഞാൻ വിളിക്കുന്ന സമയത്ത് എനിക്ക് ആയിട്ടില്ല അങ്ങനെ കുറേ വിഷയങ്ങൾ പറഞ്ഞാലും ഭയങ്കര സപ്പോർട്ടീവായിട്ട് കാര്യം മിസ്സ് പറയാം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് എനിക്ക് എൻകറേജ് ചെയ്തിട്ടുണ്ട്. പിന്നീട് മിത്ര മാം, നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കും, ഒരു ഫോൾട്ടും ഉണ്ടാവില്ല, ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല എനിക്ക്. അതിൽ മിസ്സ് ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്ത് മിസ്സും ഭയങ്കര ഇൻസ്പിറേഷനാണ്, നല്ല ഇൻസ്പിറേഷനിൽ സംസാരിക്കുമ്പോൾ ഇവരിങ്ങനെ ചോദിച്ചറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ബാക്കിൽ വന്ന്. അപ്പോൾ ഇപ്രാവശ്യം തന്നെ എങ്ങനെയെങ്കിലും ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷനിൽ നിന്ന്. പക്ഷേ അവസാന സമയമായപ്പോൾ എനിക്ക് തന്നെ എവിടുന്നൊക്കെ ചെറിയൊരു ബാക്ക് ഫോൾ വന്ന്. അതിൽ കുറച്ച് വീട്ടിൽ കുറച്ച് പ്രയാസങ്ങൾ, അങ്ങനത്തെ ഒരു പ്രയാസം വന്നപ്പോൾ ഞാൻ മെൻ്റലി ഒന്നും സ്റ്റെബിലൈസ്ഡ് ആയിരുന്നില്ല. പിന്നീട് അതൊക്കെ ക്ലിയറായി ഫ്രീ ആയിട്ട് വന്ന് ഞാൻ ഇപ്രാവശ്യം തന്നെ JRF കിട്ടണം എന്ന് വിചാരിച്ചു. ഞാൻ ഐഫറിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ എൻ്റെ വീട്ടിലുള്ള സാഹചര്യം പറയുകയാണ്. എൻ്റെ ഐഫറിൽ ഫീസ് എടുക്കാനൊന്നും എൻ്റെ അടുത്ത് ക്യാഷ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് പഠിച്ചിട്ട് ഒരു മാസം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഒറ്റയ്ക്ക് നടക്കുമെന്ന്. അപ്പോൾ ഈ സബ്ജക്റ്റ് കുറച്ച് വാസ്റ്റ് ആയതുകൊണ്ട് എങ്ങനെ എവിടെ എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. ഉമ്മ എന്തായിട്ട് ഉമ്മാൻ്റെ കുറച്ച് സ്വർണം പണയം വെച്ചിട്ട് ആ പൈസ തന്നിട്ടാണ് എന്നെ ഐഫറിൽ പഠിപ്പിച്ചത്. അപ്പോൾ ഉമ്മ ഇങ്ങനെ ചെയ്ത് ഉമ്മാൻ്റെ ഉമ്മക്ക് സ്വർണം കാര്യങ്ങളൊന്നും കാര്യമായിട്ടില്ല. ഇപ്പോൾ കുറച്ചുണ്ട്, ഇപ്പോൾ കുറച്ച് ഉമ്മ റെഡിയാക്കി വരുന്നുണ്ട്. ആ സ്വർണം തന്നിട്ടാണ് എൻ്റെ ഉമ്മ പഠിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഫീലായി. അതിലെന്തായി, ഞാൻ JRFന് പ്രിപ്പയർ ചെയ്യേണ്ട ആ സ്ട്രാറ്റജി തന്നെ എടുത്തു വെച്ചു. പിന്നെ അവസാനം എത്തിയ സമയത്താണ് ചെറിയൊരു വേറൊരു ഇഷ്യൂ വന്നപ്പോൾ ബാക്ക് ഫോൾ ആയപ്പോൾ പിന്നെ കയ്യിൽ നിന്ന് പോയോ എന്നൊക്കെ എനിക്ക് പിന്നെ ബേജാറായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഉസ്താദന്മാരുടെ അടുത്ത് കാര്യം ഇങ്ങനെ പറഞ്ഞ് അവരുടെ അടുത്ത് നിന്നുള്ള മോട്ടിവേഷന് കൂടുതൽ കിട്ടി. അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിലായി. അങ്ങനെ മൈൻഡ് ചെയ്യാതെ ഞാൻ എൻ്റെ സ്റ്റഡീസിൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്തു. ഫുൾ ടൈം അങ്ങനെ മൊത്തം യൂട്ടിലൈസ് ചെയ്ത് പറ്റുന്നിടത്തോളം. ഇനി ഇൻ കേസ് നെറ്റെങ്കിലും പ്രാവശ്യം കിട്ടണം എന്നുള്ള ഫസ്റ്റ് അറ്റംപ്റ്റാണ് എൻ്റെ. അപ്പോൾ നെറ്റെങ്കിലും പ്രാവശ്യം എന്തായാലും കിട്ടണം എന്നായി. ഉസ്താദന്മാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ നമ്മളെ മായതിൽ ഉസ്താദിൻ്റെ ഒരു മെയിൻ ആശയമാണ് 2030 500 PhD സ്കോളേഴ്സിനെ മായതിൽ നിന്ന് പുറത്തിറക്കണം എന്നുള്ള വലിയൊരു ലക്ഷ്യമുണ്ട് ഉസ്താദിന്. അപ്പോൾ ആ വാക്കുകളും അവിടുന്നൊക്കെ കുറേ പ്രചോദനങ്ങളും ഇങ്ങനെ കിട്ടിയ സമയത്താണ്, പ്രചോദനമാണ് മെയിനായിട്ട്, ഇൻസ്പിറേഷനാണ് കൂടുതൽ ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ്, ഇതാണ് എൻ്റെ സപ്പോർട്ടീവ് എലമെൻസുകൾ എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫ് സർക്കിളിൽ ഉണ്ടായിരുന്ന സപ്പോർട്ടീവ് സർക്കിൾസ്. ഓക്കെ, നൈസ്. നമ്മൾ ലാസ്റ്റ് 2 ക്വസ്റ്റ്യനിലേക്ക് പോകണം. അതിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ റിഗാർഡിങ് ഐഫർ തന്നെയാണ്. സോ ബേസിക്കലി ഇപ്പം ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ മത്സര പരീക്ഷകളും ഹൈലി കോമ്പറ്റീറ്റീവാണ്. എല്ലാ മത്സര പരീക്ഷകളും പല രീതിയിലുള്ള കോച്ചിങ് ഓൺലൈൻ ആസ്പെക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലും ഒരു കോച്ചിങ്ങിൽ നിന്നും ആളുകൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആണ്.
ചിലരിപ്പോൾ എല്ലാം കോച്ചിങ്ങിൽ നിന്ന് കിട്ടുന്നു കരുതുന്ന ആളുകളുണ്ടാവും ഒരു ആസ്പെക്റ്റിലേക്ക്. അപ്പോൾ എൻ്റെ ചോദ്യം ഒരു മൾട്ടി ഡയമെൻഷൻ, അതായത് എത്രത്തോളമാണ് ഒന്ന് ഐഫർ നിങ്ങളെ പ്രിപ്പറേഷനിൽ സഹായിച്ചിട്ടുള്ളത്, രണ്ട് ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമിന് എസ്പെഷ്യലി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുക, ഇൻ ദ എൻഡ് എന്തൊക്കെ നിങ്ങൾ മാത്രം ചെയ്യേണ്ടി വരും. ഇപ്പോൾ പലപ്പോഴും വരുന്നൊരു കൺഫ്യൂഷൻ എന്തായാൽ മൊത്തം 100% ഐഫർ ചെയ്യും, ഐഫർ എന്നുള്ളതല്ല 100% അവർ ചെയ്യും, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി എങ്ങനെയാണ് ഐഫർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത് നിങ്ങളൊരു ടേക്കിൽ കോച്ചിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ കോച്ചിങ്ങിന് എന്താണ് ചെയ്യാൻ സാധിക്കുക, എന്താണ് ചെയ്യാൻ സാധിക്കാത്തത്, ആ ഒരു ഹോൾ ഡയമെൻഷനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ബുജേറ്റിൽ തുടങ്ങാം. അത് ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും ഐഫർ യൂസ്ഫുൾ, അത് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഓരോരുത്തരുടെ ടേക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് ജസ്റ്റ്. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കുന്നതിലൂടെ നമ്മുടെ സമയം ലാഭിക്കാൻ പറ്റും എന്നുള്ളതാണ്. അഥവാ ഒരുപാട് അറ്റംപ്റ്റ് നടത്തുക എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഈ കോഴ്സിൽ ചേരുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. ഒരു പക്ഷേ ഞാൻ ഈ ഒരു കോഴ്സിന് ചേരാതെ അറ്റംപ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഞാൻ നെറ്റ് പോലും പാസ്സാകുമെന്ന് എനിക്കറിയില്ല. കാരണം ഈ ഒരു കോഴ്സിന് ചേർന്നത് എൻ്റെ ഒരു അനുഭവം, ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റാണിത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് സിലബസ് എന്താണെന്ന് പോലും അറിയില്ല. 10 യൂണിറ്റ് ഉണ്ട്, പേപ്പർ 1ലും 10 യൂണിറ്റ് ഉണ്ട്, പേപ്പർ 2ൽ 10 യൂണിറ്റ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഈ ഒരു എക്സാമിന് 2 മാസം മുമ്പാണ് ഞാൻ ഈ ഒരു ഐഫറിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ക്ലാസ്സുകളൊക്കെ കേട്ടു, അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ആദ്യം സിലബസിൻ്റെ ക്ലാസ്സാണ് കേട്ടത്. പിന്നെ ഈ എല്ലാ യൂണിറ്റും പെട്ടെന്ന് തന്നെ കവർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജി എനിക്ക് മനസ്സിലായത് ഈ ഒരു കോഴ്സിൽ ചേർന്നതോടുകൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ടൈം ടേബിൾ, അതുപോലെ തന്നെ ഒരു സ്റ്റഡി പ്ലാന് എൻ്റേതായിട്ട് ഞാൻ കസ്റ്റമൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി നമുക്ക് കിട്ടുന്നത് ഈ ഒരു കോഴ്സിൽ ചേർന്നതോടുകൂടിയാണ്. അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമിൻ്റെ ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിലും എക്സാമിന് തൊട്ട് മുമ്പ് എക്സാം ഹാൾ ടിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ എത്ര പഠിച്ചാലും ഒരു വർഷം പഠിക്കുന്ന ആളാണെങ്കിലും 6 മാസം പഠിക്കുന്ന ആളാണെങ്കിലും ലാസ്റ്റ് എക്സാമിന് കിട്ടുന്നത് ജസ്റ്റ് 3 മണിക്കൂർ മാത്രമാണ്. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ കോഴ്സിന് ചേർന്നിട്ടില്ലെങ്കിൽ അത് എനിക്കറിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, സോഷ്യോളജി പേപ്പർ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഞാൻ ഇതിങ്ങനെ ചെയ്യും, ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസും നോക്കുമ്പോൾ ഇതൊന്നും അറിയില്ല. കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മേഖലയിൽ നിന്നും ചോദ്യം വരുന്നതായിട്ട് ഒന്നും അറിയുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൈൽഡായിട്ട് ഗസ് ചെയ്തുകൊണ്ട് ചെയ്തു എന്നല്ലാതെ. അപ്പോൾ ഈ സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ, ഞാൻ ഈ ഐഫറിൽ ജോയിൻ ചെയ്തപ്പോൾ ഈ ഒരു സെഷൻ, ഈ എക്സാം ഹാൾ ടിപ്സ് എന്ന് പറയുന്ന ഒരു സാറായിരുന്നു എടുത്തത്. അപ്പോൾ ആ ഒരു സെഷൻ ഞാൻ കേട്ടു. ആ സെഷനിൽ കറക്റ്റ് പറഞ്ഞിരുന്നു, അഥവാ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യണം. NTA ഭാഗത്ത് നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു, എക്സാം ഹാളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഇതൊരു കാര്യം. അതുപോലെ തന്നെ മറ്റ് സ്ട്രാറ്റജികളൊക്കെ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു ഐഫറിൽ ജോയിൻ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, കൂടുതൽ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ ഇങ്ങനൊരു കോഴ്സിൽ ചേർന്നത് വളരെ ഉപകാരപ്പെടുമെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ ഒരു മത്സരത്തിന് തയ്യാറെടുക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു വസ്തു ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെ ഉണ്ടാക്കണം, ഏത് രീതിയിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ മുമ്പ് ഉണ്ടാക്കിയവരോട് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ചോദിക്കാനും മുമ്പ് ഉണ്ടാക്കിയവരുടെ അനുഭവങ്ങൾ അറിയാനും പറ്റണം. അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനും നമുക്ക് ഏതൊരു എക്സാമിനും, പ്രത്യേകിച്ച് വേൾഡ് അത്രമേൽ കോമ്പറ്റീറ്റീവ് ആവുന്നു, ഇപ്പോൾ ക്രാക്ക് ചെയ്യേണ്ട സാധ്യതയും കുറയുന്ന ഒരവസ്ഥ വരുമ്പോൾ, സാർ പറഞ്ഞ പോലെ കട്ട് ഓഫൊക്കെ കൂടുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ, അപ്പോൾ എന്തായിട്ടും അതിനൊരു പ്ലാൻ വേണം. അപ്പോൾ അങ്ങനെ ആ പ്ലാൻ എവിടുന്ന് എക്സ്ക്ലൂസീവായിട്ട് കിട്ടും, എവിടുന്ന് കറക്റ്റ് ഗൈഡൻസ് കിട്ടും. ഇപ്പം നമ്മൾ നെറ്റ് ക്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പേരോട് ചോദിക്കാം. അപ്പോൾ പലരും അവരവരെ പറയുന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവായിട്ട് ഒരു ക്രോഡീകരിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരാനായിരിക്കും പറ്റുന്നില്ല. അപ്പം ഇത്തരത്തിൽ ഐഫർ ആയാലും ഏതൊരു കോച്ചിങ് പ്ലാറ്റ്ഫോമിൻ്റെയും ഗുണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, നമുക്ക് വേണ്ട ഗോളിലേക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും പ്ലാനും നൽകുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. കൃത്യമായിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണ്. ഇപ്പം ചില ആൾക്ക് 1 കൊല്ലത്തിൽ പ്രിപ്പയർ ചെയ്തെടുത്താൽ മതി എന്നുണ്ടാവും, ചില ആൾക്ക് ടൈം കുറച്ചേ ഉള്ളൂ, അപ്പോൾ പ്രിപ്പയർ ചെയ്യണം.
അപ്പോൾ ആ 2 മാസത്തിലുള്ള ആൾക്കുള്ള സ്ട്രാറ്റജി ആയിരിക്കില്ല 1 കൊല്ലത്തിലുള്ള. അപ്പം അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള നീഡിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാൻ എപ്പോഴും ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോം ഹെൽപ്പ് ആവുന്നുണ്ട്. ഇപ്പം ഐഫറിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് സെഷൻസ് ടൈം കിട്ടുമ്പോൾ എടുക്കാം. ടൈം വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുണ്ട്, ടൈം മാനേജ്മെൻറ്റ്. പിന്നെ PYQs നമുക്ക് റിസോഴ്സസ് എക്സ്ക്ലൂസീവ്ലി ആയിട്ട് അവൈലബിൾ ആണ്, കുറച്ചും കൂടി വെരിഫൈഡ് ആയിട്ടുള്ള. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. കാരണം നമ്മളൊരു മത്സരത്തിന് ഇറങ്ങുന്നത്, ആൾക്കൂട്ടത്തിൽ ഓടാൻ ഇറങ്ങുന്നതല്ല, ഒന്നാമതാവാൻ ഇറങ്ങുന്നത്, ക്രാക്ക് ചെയ്യാൻ ഇറങ്ങുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും പ്ലാനും വേണം. ആ ഒരു പ്ലാനിനും സ്ട്രാറ്റജിക്കുമാണ് കോച്ചിങ് സെൻറ്റർ ഏറ്റവും എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു നമ്മൾ ഡിസംബറിൽ എക്സാം മാറ്റിയല്ലോ, ജനുവരിയിലേക്ക് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ബാക്കി 6 ദിവസം എന്ത് ചെയ്യണം, അല്ല ബാക്കിയുള്ള ദിവസം എന്ത് ചെയ്യണം. നമുക്ക് ആണെങ്കിൽ ഇന്ന സബ്ജക്റ്റ്, ഏത് സബ്ജക്റ്റ് ഫോക്കസ് ചെയ്യണം നമുക്ക് മെൻറ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പം എൻ്റെ വീക്ക് ഏരിയ ഏതാണ്, അപ്പോൾ അതിന് സയൻറ്റിഫിക്കായിട്ട് മോക്ക് ടെസ്റ്റ് ഉണ്ട്, മനസ്സിലായല്ലോ. നമുക്ക് മറ്റതാണെങ്കിൽ നമ്മൾ വരുത്തുന്ന ഒരു നിഗമനമാണ്. ഇവിടെ നമുക്കൊരു എക്സ്പേർട്ടിന് കിട്ടുന്നുണ്ട്. അപ്പം സയൻറ്റിഫിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ എന്നൊരു കോച്ചിങ് സെൻറ്റർ തന്നെയാണ് നല്ലത്. ഇപ്പം നിങ്ങൾക്കത് ചിലപ്പോൾ ഒരു കോഴ്സ് എടുക്കുക, പിന്നെ നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്യുക. ചിലപ്പം ഇപ്പം സാറ് പറഞ്ഞ പോലെ ആദ്യം സെൽഫ് പ്രിപ്പയർ ചെയ്തു, പിന്നെ കോച്ചിങ് ആകുമ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം എനിക്ക് ആദ്യ അറ്റംപ്റ്റിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് JRF കിട്ടി. അപ്പം എനിക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം കുറച്ചും കൂടി ജേണി ഈസി ആയിരുന്നു. ഇപ്പോൾ ഇവരെ പോലെ ചിലപ്പോൾ 1-2 അറ്റംപ്റ്റ് ഒന്നും എന്താ പറയുക, ചിലപ്പോൾ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ മോട്ടിവേഷൻ എന്തായേനെ, ചിലപ്പോൾ കുറഞ്ഞേനെ. രണ്ടാമത് ഞാനൊന്ന് ശ്രമിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഐഫറിനെ കുറിച്ച് അറിഞ്ഞു. ആൻഡ് താങ്ക് യു ടു അനീസ് സാർ. അപ്പം അങ്ങനെ നല്ലൊരു മെൻറ്റേഴ്സിനെ കിട്ടി. അപ്പം അങ്ങനെ ക്രാക്ക് ചെയ്തു. അപ്പം കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഐഫറിൻ്റെ പ്രാധാന്യം PYQ ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ എക്സാമിന് പോയിട്ട് നോക്കുമ്പോൾ നമ്മൾ നോക്കിയ ടെക്നിക്കാണ് ക്രോണോളജി ഓർഡറൊക്കെ. പിന്നെ ശരത് സാറ് പറഞ്ഞ പോലെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഉത്തരമുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്കറിയുന്ന 4 പേരെ കണക്ട് ചെയ്താൽ ഉത്തരം റെഡിയാണ്. അല്ലാതെ നമ്മൾ തലപുകഞ്ഞ് ഭയങ്കരമായിട്ട് ഇപ്പോൾ ബൈഹാർട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ പോലും എനിക്കൊരു 20-30 ക്വസ്റ്റ്യൻ പേപ്പറിന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നു. കാരണം ഓരോരോ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണം എന്നൊക്കെ മെൻറ്റേഴ്സാണ് പറഞ്ഞത്. നമുക്ക് PYQ നോക്കുമ്പോൾ ഇത് എഴുതിയ ആൾക്കാരാണല്ലോ, ചിലപ്പോൾ മത്സരിച്ച് തോറ്റവരാകാം. ഇപ്പം അർജൻറ്റീനേനെ വേൾഡ് കപ്പിലെത്തിച്ച സ്കാലോണി വേൾഡ് കപ്പ് നേടിയിട്ടില്ല, പക്ഷേ അയാൾക്ക് എത്രയോ മത്സരങ്ങളുടെ തോൽവി അറിഞ്ഞ വിജയിച്ച മത്സരങ്ങളുടെ പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഗൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റിസോഴ്സ് ഉണ്ട് എന്ന് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് റിസൾട്ടിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇനി നമ്മളുടെ ടേക്ക് എന്താണ്, ഇത്രയൊക്കെ കിട്ടി, ഇതൊക്കെ ആയോ, ഇല്ല. നമുക്കിപ്പം എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു, കറി വെക്കേണ്ടത് നമ്മളാണ്. കറി വെക്കേണ്ടത് പറഞ്ഞു തന്നു, കറി വെക്കേണ്ട സാധനങ്ങളും എല്ലാം സെറ്റായി. ആ കറി നല്ല എന്താ പറയുക, എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ആസ്വാദ്യകരമായിട്ട് വെക്കേണ്ടത്, ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത് നമ്മളാണ്. എല്ലാം സെറ്റ് ചെയ്ത് തരും, അല്ലാതെ നമുക്ക് സപ്പോർട്ട് തരും. ഫൈനൽ പ്രിപ്പറേഷൻ നമ്മുടെ ടേക്കാണ്. ഇവിടെ എത്രയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലും അപ്പുറത്തെ ഭാഗത്ത് 0 ആണെങ്കിൽ 0 തന്നെയാണ്. ഇനി ഇവിടെ 50 ഉണ്ട്, ഇവിടെ ഒരു 75 ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. അപ്പം ആ ഒരു 50% പോലും പ്രാധാന്യമുണ്ട് എന്നാണ് ഞാൻ. ഓക്കെ, നൈസ്. ഞാൻ ഡിസംബറിൽ ജോയിൻ ചെയ്താന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ മുന്നേ ഒരു പ്രിപ്പറേഷനോ ഒന്നും ഇല്ലാണ്ട് നെറ്റ് എന്നുള്ളൊരു ലക്ഷ്യം കണ്ടപ്പോൾ ഞാൻ വേഗം ജോയിൻ ചെയ്തു. ഫസ്റ്റത്തെ 2 മാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ടൈം മാനേജ്മെൻറ്റ് പ്രശ്നം വന്നു. കാരണം ഞാൻ PYQs ഒന്നും അറ്റൻഡ് ചെയ്യില്ല. പക്ഷേ അടുത്ത എക്സാമിൽ എനിക്ക് ടൈം മാനേജ്മെൻറ്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, എക്സ്ട്രാ സമയം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഈ PYQs ഞാൻ വീണ്ടും പ്രാക്ടീസ് ചെയ്ത് അത്രയും റെഡി ആയിരുന്നു. പിന്നെ ഉള്ളത് ഫാക്കൽറ്റീസ്, കുറേ പേര് പ്രിയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പേഴ്സണലിയും അല്ലാണ്ടും മെൻറ്ററിൻ്റെ ഭാഗമായിട്ടും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. ശ്രീകുട്ടി മാം
നിരന്തരം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ വിളിക്കേണ്ടതല്ലാത്ത സമയം ഏതാണെന്ന് ശ്രീകുട്ടി മാമിന് നല്ലോണം അറിയാം. ചിലപ്പോൾ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോഴായിരിക്കാം, പക്ഷേ മാം വിളിക്കില്ല. കാരണം നമ്മളറിയാം ഓരത്രയും നമ്മൾ പേഴ്സണലായിട്ട് ഒരത്രയും അതിൽ എഫേർട്ട് എടുക്കുന്നുണ്ട്. പിന്നെയുള്ള കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെ മെയിൻ നേട്ടങ്ങളൊക്കെ ഐഫറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. കണ്ടിന്യൂസ്ലി ഒരു വർഷത്തെ ജേണി മൊത്തം ഐഫർ 3 തവണ, ഫസ്റ്റ്, രണ്ടാമത് പ്രോ ബാച്ച്, പിന്നെ റീസിറ്റ് പോളിസി ഒക്കെ ഭയങ്കര അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ഫുൾ എൻ്റെ നേട്ടങ്ങൾ മുഴുവൻ ഐഫറിൻ്റെ ഭാഗം തന്നെ ആയിരുന്നു. പിന്നെ മെൻറ്റേഴ്സും എല്ലാം. പിന്നെ അനീസ് സാറിനെ കുറിച്ച് പറയണ്ടല്ലോ. സാറിൻ്റെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ പോഡ്കാസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതാക്കുന്ന വാചകങ്ങൾ കേട്ടാൽ മതി, അത് മതി. പിന്നെ നമുക്ക് ഓക്കെ ആവും. എക്സാം ശരിക്കും ഒരു മൈൻഡ് ഗെയിം അല്ലേ? ആ ഒരു മൈൻഡ് ഗെയിം ടാക്കിൾ ചെയ്യാൻ ശരിക്കും ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ഭയങ്കര ആവശ്യമാണ്. അതിന് ശരിക്കും നിങ്ങളെ മെൻറ്റേഴ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ഐ മീൻ അനീസ്ക്കാണെങ്കിലും ഇപ്പോൾ നമ്മളാണെങ്കിലും വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം കുട്ടികൾ ഭയങ്കര ഡൗൺ ആവും, ചിലപ്പോൾ ഭയങ്കര ഫയർ ഉണ്ടാവും, പിന്നെ അത് ഒന്നായിട്ട് കിട്ടുമോ അല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ നമ്മളാണെങ്കിലും ആസ് മെൻറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നൊരു ഒരു മെയിനായിട്ടുള്ള കാര്യം അതാണ്, നിങ്ങൾ ആ ഒരു ഫയർ ഇങ്ങനെ നിലനിർത്തുക എന്നുള്ളത്. കാരണം ഈ ഒരു മൈൻഡ് ഗെയിമിൽ നമുക്ക് ജയിക്കാൻ സാധിച്ചാലേ നമ്മൾ പഠിക്കുന്നത് അവസാന റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മൈൻഡ് ഗെയിമിന് ഇപ്പോൾ പോഡ്കാസ്റ്റ് ആണെങ്കിലും ഈ ഹാപ്പിനെസ് ഓഫീസേഴ്സിൻ്റെ ഗോളാണെങ്കിലും മെൻറ്റേഴ്സ് വിളിക്കുന്നതാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്യുന്നില്ല? ശരിക്കും ആ ഫയർ എന്ന് പറഞ്ഞപ്പോൾ അനീസാറിനെ തന്നെ ഓർമ്മ വരിക. പേപ്പർ 1 സമയത്തൊക്കെ രാത്രി 1 മണി പോട്ടെ 4 മണി വരെ സാറിൻ്റെ ക്ലാസ് ഉണ്ടാവും. 4 മണി 5 മണി വരെയൊക്കെ സാറിൻ്റെ ക്ലാസ് 6 മണി വരെയൊക്കെ നീണ്ടിക്കണ്. ആ ക്ലാസ്സിലൊക്കെ നമ്മളെ ഫയറിനനുസരിച്ച് തന്നെ സാറും ഇരിക്കും. ഞാൻ റെസ്പോൺസ് അങ്ങനെ കുറവാണ്, പക്ഷേ എല്ലാം ഞാനത് വീക്ഷിക്കും, ഒബ്സർവ് ചെയ്യും. അതിൽ സാറിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു സാറ് എടുക്കുന്ന സ്ട്രാറ്റജിയും സാറിൻ്റെ എന്താ പറയുക ആ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് സാറിൻ്റെ ക്ലാസ്സിൽ വന്നിരുന്ന മനസ്സിലാവും. ഐഫറിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് തോന്നിയ സംഭവം എന്താ പറയുക, ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു ഈ യൂട്യൂബിലെ ലിങ്ക് വഴി. സാറ് ഗ്രൂപ്പിൽ കയറി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു മന്ത്ലി എക്സാം ഉണ്ട്, 50% ഓഫർ കിട്ടും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എക്സാം ഇവിടെ ഇരിക്കുന്നത്. കുറേ കുട്ടിക്ക് അതൊരു ഇതാണ്, കാരണം ചില സാഹചര്യം അങ്ങനെ ചെയ്യും. അപ്പോൾ അവർ ഇങ്ങനത്തെ എന്തെങ്കിലും ഓഫർ കണ്ടാണ്ടല്ലോ അതിൽ കയറി പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് അത്രയോ ആഗ്രഹമുള്ളവർ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങളിൽ കയറി പിടിക്കും. അപ്പോൾ ഐഫറിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ എക്സാമിന് ഞാൻ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് കണ്ട്. ഞാൻ പറഞ്ഞല്ലോ 300 വേണ്ട, 200 മതി. അതിന് നമുക്ക് എന്താ വേണ്ടത്, മെറ്റീരിയൽ വേണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലിനെക്കാട്ടും ഉപരി PYQസാണ്. ഈ PYQs ഐഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആൻസർ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആകെ ചെയ്യേണ്ടത് അത് പഠിക്കുക എന്നുള്ളത് മാത്രമാണ്. അതങ്ങ് ചെയ്താൽ മതി, പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ എക്സാം സമയത്തുള്ള മൈൻഡ്. ഞാനന്ന് പൊട്ടെന്ന് വിചാരിച്ച് പോയതുകൊണ്ടാണ് എനിക്ക് സ്ട്രെസ്സില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊക്കെ ചിന്തിക്കാൻ പറ്റി, എല്ലാം കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണക്ഷൻ കൊടുക്കാൻ പറ്റി, ഒരു കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റി. ചിലപ്പോൾ ആ മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ എക്സാമിന് സ്ട്രെസ്സായിട്ട് അറിയുന്ന പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റാതെയോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് അത്ര കിട്ടൂലെന്നു. അപ്പോൾ എക്സാം സമയത്തുള്ള ആ ഒരു സംഗതി അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഐഫറിൻ്റെ കാര്യങ്ങളോ ഒക്കെ ടോപ്പാണ്, ലൈവ് എക്സാം കാര്യങ്ങളൊക്കെ. ഈ ഫയറിൻ്റെ കാര്യം പറഞ്ഞ പറ്റിയ കാര്യം ഞാൻ എന്നും ആഗ്രഹിക്കും, രാവിലെ എണീറ്റ് സാറേ പക്ഷെ രാവിലെ എൻ്റെ ഫയറൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ടാവും, രാവിലെ എണീക്കാനേ പറ്റൂല. ഞാൻ ആകെ ഫസ്റ്റ് ക്ലാസ്സിലാണ് ഇതാക്കിയത്. രാവിലത്തെ സാറിൻ്റെ 5 AM ക്ലബ് ഉണ്ടല്ലോ, ഞാൻ രാവിലെ എണീറ്റ് ഫസ്റ്റ് ദിവസം ഇത് കേട്ട് എന്നെ ഉറങ്ങിപ്പോയി. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു ക്ലാസ്. പക്ഷേ അപ്പോഴും ഞാൻ വിചാരിച്ചു, അപ്പോൾ വേറെ ആൾക്കാർ ഇങ്ങനെ ഗ്രൂപ്പിൽ ചർച്ച നടക്കുമല്ലോ, 5 മണിക്ക് എണീറ്റ് ഇങ്ങനെ ആക്കി എനിക്കൊരു മാതിരി വിലക്ക് 5 മണിക്ക് ഞാൻ ഇങ്ങനെയാണല്ലോ എന്നുള്ളത്. വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വീക്ക് ടെസ്റ്റ് ഉണ്ടല്ലോ, വീക്ക്ലി ടെസ്റ്റിൽ വേറെ ആൾക്കാർ ഇങ്ങനെ ഒന്നാമതാവുമല്ലോ. അപ്പോൾ അത് എൻ്റെ ഈഗോനെ വളരെ ഹെർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ അതേ സമയം, എൻ്റെ അതേ മെൻറ്റർ, ഞാൻ കൊടുക്കുന്ന അതേ ഫീസ്, ഇതൊക്കെ ചെയ്തിട്ടും വേറൊരാൾക്ക് എന്നെക്കാട്ടിലും മാർക്ക് ഉണ്ട് എന്നുള്ളത് എൻ്റെ ഒരു ഫോൾട്ടല്ലേ. അത് എനിക്ക് വളരെ ഒരു ഇതുണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് ഇൻ്റർവ്യൂവിന് ഞാൻ ഉണ്ടാവും എന്നുള്ളൊരു സംഗതി. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സംഗതി ഉണ്ട്.
ഓക്കെ, വിശദമായിട്ട് വരണം. നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. ലാസ്റ്റ് ക്വസ്റ്റ്യന് മുമ്പ് റാഷിദ് സാറോട് മാത്രമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പലരും ചോദിക്കാൻ പറയുന്നൊരു ചോദ്യമാണ് ജനറലി നമുക്ക് വരുന്ന ഒരു ആസ്പെക്റ്റിൽ. അതായത് ഒന്ന്, ഇവരുടെയൊക്കെ ഡിഫറെൻറ്റ് പേപ്പർ 1 പേപ്പർ 2 സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഇംഗ്ലീഷ് മലയാളമൊക്കെ ഇവരുടെയൊക്കെ ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വിശദമായിട്ട് ഇതിൽ കാണാം. നമ്മളൊരു വളരെ ലിമിറ്റഡ് ടൈമിൽ ജനറൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് റാഷിദ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസി ഒരുപാട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അറിയണ മറ്റൊരു ചോദ്യം എസ്പെഷ്യലി പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ നല്ല സീരിയസ് ആയി പഠിക്കും, അടിപൊളിയായിട്ട് പഠിക്കും, അവസാനം ജസ്റ്റ് മിസ്സാവും. ഓക്കെ, ജസ്റ്റ് മിസ്സായിട്ട് ആ മിസ്സായ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്ത് റീകൂപ്പ് ചെയ്ത് വീണ്ടും പ്രിപ്പയർ ചെയ്ത് അടുത്ത JRFലേക്ക് എത്തുക എന്നുള്ളതൊരു ഭയങ്കര വലിയൊരു ടാസ്ക്കാണ്. ഓക്കെ, അത് എല്ലാവർക്കും അനുഭവം ഉണ്ടാവണമെന്നില്ല. പക്ഷേ റാഷിദ് സാർ അങ്ങനെ മുമ്പ് ജസ്റ്റ് മിസ്സായി ഇപ്രാവശ്യം പഠിച്ച് JRF കിട്ടിയ ആളാണ്. ഓക്കെ, ഇപ്രാവശ്യത്തെ JRF ഹോൾഡറാണ് സോഷ്യോളജി. അപ്പോൾ അത് എങ്ങനെയാണ് ആ റീകൂപ്പിംഗ് മെക്കാനിസം എന്നുള്ളത്, ഹൗ യു മേഡ് ഇറ്റ് പോസിബിൾ? അതിൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിപ്പറേഷനിൽ എനിക്ക് ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള 1-2 കാര്യങ്ങളാണ്. ഒന്ന്, സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഇവരെ പോലെയുള്ള സ്റ്റുഡൻസ് ആണല്ലോ, അവരിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കണം. ആസ് എ മെൻറ്റർ പുതിയ കാര്യങ്ങൾ പഠിക്കണം. രണ്ടാമത്തത്, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവർക്ക് കൊടുക്കാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അത്യാവശ്യം പവറാക്കണമല്ലോ. അപ്പോൾ നമ്മൾ അതുമ്മ കുറച്ച് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുമുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്താണ് ശരിക്കും എനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് അങ്ങനെ ഒരുപാട് വായിക്കാനോ അങ്ങനെ ഒരുപാട് ടൈം കിട്ടില്ല. പക്ഷേ ക്വസ്റ്റ്യൻസും ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്ക് സ്റ്റുഡൻസിനോട് പറയാനുള്ളത്. അതായത് നിങ്ങൾ അത്യാവശ്യം നന്നായി പഠിച്ചത് കൊണ്ടാണല്ലോ ഈ ജസ്റ്റ് മിസ്സാവുന്നത്. അല്ല, അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് മിസ്സാവുന്നത്. അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഏതൊക്കെ സിറ്റുവേഷൻസ് ആ ഒരു എക്സാമുകളിൽ വരാം എന്നുള്ളത് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ. കാരണം നമ്മൾ ഒരുപാട് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് തന്നെ അതിലേതെങ്കിലും ഒരു ടൈപ്പ് ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ്, കാരണം അത്യാവശ്യം നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻസിൽ മാക്സിമം പേപ്പർ 1 ആണെങ്കിലും പേപ്പർ 2 ആണെങ്കിലും എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിലും മാക്സിമം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വീണ്ടും ഒന്ന് ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നൊരു കാര്യം അതിൻ്റെ കൂടെ ഇപ്പോൾ ശരത്ത് പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എക്സാം ഹാളിലുള്ളൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ നമുക്കൊക്കെ ലൈക്ക് എപ്പോഴും ഫേസ് ചെയ്യാറുള്ളൊരു സിറ്റുവേഷനാണ്. നമ്മുടെ ഈ മന്ത്ലി എക്സാമിൽ മറ്റു ARFലടക്കം നല്ല സ്കോർ കിട്ടിയ കുട്ടികൾക്ക് അവസാനം റിസൾട്ട് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള വില്ലനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ എക്സാം ഹാൾ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നമാണ്. അതായത് അവർ നന്നായി പഠിക്കുന്നുണ്ട്, ഐഫറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ARFലടക്കം ടോപ്പറായിട്ടുണ്ട്. പക്ഷേ അവസാനം എക്സാമ്പിൾ ചെല്ലുമ്പോൾ ഒന്നുമില്ല, PhD ഉള്ളി പോലും ഇല്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നമ്മളെപ്പോഴും വറീഡ് ആവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ഘടകം എക്സാം ഹാളിൽ ഇപ്പോൾ ഇവൻ പറഞ്ഞല്ലോ ടെൻഷൻ ഫ്രീ ആയിട്ട് പോയി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ആ ഒരു മൈൻഡ് ഗെയിമിനെ ഫേസ് ചെയ്യാൻ പറ്റണം. അതർവൈസ് എന്താ വെച്ചാൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം കൂടി അവസാനം കൊണ്ടുപോയിട്ട് കൊളാക്കുന്നൊരു സാഹചര്യം ഉണ്ടാവാം. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്യുക എന്നുള്ളത്. അടുത്തത്, എക്സാം ഹാളിലുള്ള ആ ഒരു ഗെയിം ഉണ്ടല്ലോ, അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആവുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പഠിച്ചത് ഉപകാരം ചെയ്യുള്ളൂ. അതർവൈസ് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ ഒരു എക്സാം ഹാളിൽ പിന്നെ NTൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ സൈക്കോ സ്വഭാവങ്ങളുണ്ട്. അവർ ചിലപ്പോൾ ഇതുവരെയുള്ള ഒരു പാറ്റേൺ ഒറ്റയടിക്ക് നിർത്തിക്കളയും, ചിലപ്പോൾ പുതിയ എന്തെങ്കിലും കൊണ്ടുവരും, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അതെ, പല രീതിയിലുള്ള ഇഷ്യൂസ് NTൻ്റെ ഭാഗത്തുനിന്നും കൂടി വരും. അപ്പോൾ നമ്മളിങ്ങനെ പ്രിപ്പയർഡ് ആയിരിക്കണം. NT എന്ത് കാണിച്ചാലും ഞാൻ റെഡിയാണെന്നുള്ള രീതിയിൽ മൈൻഡ് സെറ്റാക്കി പോകണം എന്നുള്ളതാണ് ശരിക്കും. ഈ 2 കാര്യങ്ങളാണ് പേഴ്സണലി എൻ്റെ ഒരു JRFൻ്റെ പിന്നിലുള്ള ഒരു മെയിൻ ഘടകമായിട്ട് ഞാൻ കാണുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ടും അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. പിന്നെ നമുക്ക് എക്സാം ഹോൾ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് സ്റ്റുഡൻസിനോട് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം അതാണ്. നിങ്ങൾ കുറേ പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, എക്സാം ഹോൾ മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഡെയിലി ടെസ്റ്റ് ആണെങ്കിലും വീക്ക്ലി ടെസ്റ്റ് ആണെങ്കിലും മന്ത്ലി ടെസ്റ്റ് ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്നവേ അതാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് വീക്ക്ലി മന്ത്ലി ബേസിസിൽ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവസാനം ശരിക്കുള്ള എക്സാമിന് പോകുമ്പോൾ ഇതൊക്കെ ഞാൻ കുറേ കണ്ടതാ എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. നേരെ പക്ഷെ എന്നാലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. നേരെ മറിച്ച് എന്താ വെച്ചാൽ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, എക്സാം ഹാളിലുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, ആദ്യമായിട്ടാണ് ഈ ഓൺലൈൻ എക്സാം ചെയ്യുന്നതെങ്കിലൊക്കെ ശരിക്കും നമ്മൾ പതറിപ്പോവും. കാരണം ആ ഒരു സ്ക്രീനിൻ്റെ പ്രശ്നവും അതേപോലെ തന്നെ അറിയാത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോഴുള്ള ഒരു പാനിക്, ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരാം. അപ്പോൾ ആ രീതിയിൽ എക്സാം ഹാളിന് വേണ്ടിയിട്ടുള്ള ഒരു മെൻ്റൽ പ്രിപ്പറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് റിസൾട്ടിൽ. ഈ ജസ്റ്റ് മിസ്സുകാരുടെ പ്രധാനപ്പെട്ട വില്ലൻ
എക്സാം ഹാളിലുള്ള ഒരു സംഭവമാണ്. ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ്. സോ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു പാനൽ ഡിസ്കഷനിൽ അവസാനത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരുടെയും ഇൻ്റർവ്യൂവിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഫൈനലി നേരത്തെ ശരത്ത് പറഞ്ഞ പോലെ അവസാനം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും അടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒരുപാട് ആളുകൾ അടുത്ത എക്സാമിനേഷനിൽ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കൊരു പാനൽ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള 3 or 4 ക്വസ്റ്റ്യനുകളിലേക്കാണ് നമ്മുടെ ഡിസ്കഷൻ കൊണ്ടുവന്നിട്ടുള്ളതും. അതിൻ്റെ ഒരു അഡീഷണൽ ആസ്പെക്റ്റാണ്. ആസ് എ ഫൈനൽ വേർഡ്, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അടുത്ത പ്രാവശ്യം ഇതുപോലെ ഇൻ്റർവ്യൂവിൽ ഇരിക്കണമെന്ന് അല്ലെങ്കിൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻ്റർവ്യൂ കാണുന്ന ഈ ഫ്രൈറ്റ്സും എല്ലാത്തതും UGC നെറ്റ് JRF ആസ്പിരൻസിനോടൊക്കെ ആസ് എ ഫൈനൽ വേർഡായിട്ട് എല്ലാവർക്കും എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നോക്കിയിട്ട് നമുക്ക് ഫോർ ദ ടൈമിംഗ് പാനൽ ഡിസ്കഷൻ വൈൻഡപ്പ് ചെയ്യാം. സോ സ്റ്റാർട്ട് ഫ്രം. ഇപ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രാറ്റജീസും പ്ലാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ്, അപ്പോൾ ഓരോരുത്തരുടെയും സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള സിറ്റുവേഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജീസ് തയ്യാറാക്കേണ്ടി വരും. അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ടൈം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരുടെയും കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമ്മുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. അതുപോലെ തന്നെ നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു JRF കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ഇതിനെ കൊണ്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചാൽ എന്തായാലും നമുക്ക് എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാ ക്വാളിറ്റിയും നമുക്ക് ഉണ്ടാവും എന്നതാണ്. ഇത് കാണുന്നവരോട് പറയാനുള്ളത് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ശരത് സാർ പറഞ്ഞ പോലെ മൈൻഡ് ഫ്രീ ആയിട്ട് പോവുക. അപ്പം നമ്മുടേതായിട്ടുള്ള എക്സ്റ്റേണൽ പ്രഷർ മാക്സിമം കുറക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അത് ചെയ്യുക. പിന്നെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മിസ്റ്റേക്കുകൾ എന്താണെന്ന് കണ്ടെത്തുക, അതിനനുസരിച്ചിട്ടുള്ള സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. കാരണം നിങ്ങൾ ആരെയും കോപ്പി ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അഡാപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ കോപ്പി ചെയ്ത അയാളുടെ സാഹചര്യം ആയിരിക്കില്ല നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് ഒരാളിൽ നിന്നൊരു സ്ട്രാറ്റജി കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ 2 തവണ തോറ്റാലും 3 തവണ തോറ്റാലും, ഇപ്പോൾ അനിൽ സാർ പറഞ്ഞു 35 പ്രാവശ്യമൊക്കെ ഫെയിലായിട്ട് 36ാമത്തെ പ്രാവശ്യം ഐഫറിൻ്റെ കൂടെ നെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഫയർ ഉണ്ടെങ്കിൽ യു വിൽ ബി എന്താ പറയുക, നിങ്ങൾ അടുത്ത ഇൻ്റർവ്യൂവിൽ ഉണ്ടാവും. അപ്പം നിങ്ങൾ എന്താ പറയുക, ഇത് വലിയ ബുദ്ധിജീവികൾക്ക് ഉള്ള കാര്യമെന്ന് കരുതി മടി പിടിച്ച് വെക്കണ്ട. ഞങ്ങളെല്ലാം ഇപ്പം ഷെയർ ചെയ്യുമ്പോൾ നമ്മളെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. കാരണം നമ്മളെല്ലാം എടുത്ത സ്ട്രാറ്റജി ഏതോ ഒരു രീതിയിൽ സെയിമായി. അപ്പം അങ്ങനെ നമുക്ക് JRFയിലേക്കുള്ള ജേർണി കുറച്ച് ഈസിയായി. അല്ലാതെ എല്ലാവരും എല്ലാം പഠിച്ച് എന്താ പറയുക ബുദ്ധിജീവികളായിട്ട് പോയവരല്ല. അപ്പോൾ അത് നിങ്ങൾ എന്താ പറയുക മനസ്സിലാക്കുക, കോൺഫിഡൻസോടെ ഇരിക്കുക, എന്താ പറയുക പഠിക്കുക, JRF നേടാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അല്ലേ, ഞങ്ങളെപ്പോലെ ഇരിക്കാൻ പറ്റട്ടെ. ഒരു സമയം ഉണ്ടാവും, നമുക്ക് കരുതി വെച്ചൊരു സമയം, അതെത്തുന്നവരെ പല പരീക്ഷണങ്ങളും പല സ്ട്രഗിൾസൊക്കെ ഉണ്ടാവും. സ്ട്രഗിൾസൊക്കെ മുന്നോട്ട് പോവുക, ഇതെല്ലാം നല്ലതിനാന്ന് വിചാരിക്കുക. സാർ ഇന്നാൾ ആരുടെ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് പറഞ്ഞു ഈ പരീക്ഷക്കായിരുന്നില്ല ഞാൻ കൂടുതൽ പഠിച്ചത്, വേറൊരു പരീക്ഷക്കാണ്. പക്ഷേ അതിൻ്റെ ഒരു ഇത് നമുക്ക് വരാനിരിക്കുന്നുണ്ട്, അത്ര തന്നെ. അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട, നമുക്കുള്ള സമയത്ത് നമുക്ക് ആപ്റ്റായത് നമുക്കുടെ കൈകളിൽ എത്തിയിരിക്കും. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റൂല എന്നുള്ളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തെടുക്കുക. പോസിറ്റീവായിട്ട് എപ്പോഴും ഇരിക്കുക. എപ്പോഴും ഐ ക്യാൻ എന്നുള്ളൊരു തോട്ട് മനസ്സിലെപ്പോഴും ഇട്ട് കൊടുക്കുക. പിന്നീട് നമ്മൾ 50% ചെയ്ത് ഫുള്ള് 50 അല്ല ഒരു 50% കംപ്ലീറ്റ് നമ്മളെ കൊണ്ട് പറ്റുന്നിടത്തോളം ചെയ്തു എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തിൽ നിൽക്കുക. അതിനുശേഷം ബാക്കിയുള്ള 50% നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ബാക്കിയൊക്കെ അവിടെയാണെന്നുള്ള ഒരു തീരുമാനത്തിലിരിക്കുക. ഇതാണ് പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് ഹാപ്പി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഒരു മോട്ടോ അത് തന്നെയാണ്, ഒരു ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം എന്നുള്ളതാണ്. ഐഫറിലെ സ്റ്റുഡൻസ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഹാപ്പി ആയിട്ട് പഠിപ്പിക്കുക, ഹാപ്പി ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു മോട്ടോ. ആ രീതിയിൽ നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു ഭാഗത്ത് ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ഐഫറിൻ്റെ ഒരു സിസ്റ്റം തന്നെ ഹാപ്പിനെസ്സിന് ഇത്രയധികം
വാല്യൂ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇത്രയും ഹാപ്പിനെസ്സിന് വാല്യൂ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു ഹാപ്പിനെസ്സിന് വാല്യൂ കൊടുത്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഹാപ്പി ആയിട്ട് പഠിക്കുക, ഒരു ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റംസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുക. ഹാപ്പിനെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതർവൈസ് നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറവായിരിക്കും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, പക്ഷേ അതിൻ്റെ റിസൾട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കാരണം കുറേ നമ്മൾ എഫേർട്ടിൻ്റെ റിസൾട്ട് നഷ്ടപ്പെടും. നേരെ മറിച്ച് നമ്മൾ ഹാപ്പി ആയിട്ടാണ് പഠിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഇവൻ പറഞ്ഞില്ലേ സ്ട്രെസ് ഫ്രീ ആയിട്ട് പോയിട്ട് എക്സാം എഴുതിയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായി എന്നുള്ളത്, ഇതേ എക്സാമിന് നല്ല ടെൻഷൻ അടിച്ചാൽ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും ശരത്ത് അല്ലേ? അതായത് ടെൻഷൻ അതൊരു ഭയങ്കര ഘടകമാണ്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഭയങ്കര ഘടകമാണ്. അപ്പോൾ എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്താണെങ്കിലും എക്സാം ഹാളിലാണെങ്കിലും ബി ഹാപ്പി. ലേണിങ്ങിനെ ഒരു ഹാപ്പി പ്രോസസ്സായിട്ട് എടുക്കുക. ആ രീതിയിൽ നിങ്ങൾ സ്വയം ഒരു എന്താ പറയുക ഹാപ്പിനെസ് അംബാസഡേഴ്സായിട്ട് മാറുക എന്നുള്ളതാണ്. അങ്ങനെ ഹാപ്പിനെസ്സോട് കൂടെ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇപ്പോൾ നെറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത് കറക്റ്റ് ഒരു ബൗണ്ടറി വെച്ച് പഠിക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുക, ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുക, അതിലാണ് കാര്യമുള്ളത്. പിന്നെ ഓക്കെ, സോ അത്രയാണുള്ളത്. സോ അവസാനമായിട്ട് പറയാനുള്ളത് ഇതാണ്. ഇപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള JRF ഹോൾഡേഴ്സ് അവരുടെ സ്ട്രാറ്റജീസ് പറഞ്ഞു. അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എപ്പോഴും എല്ലാ സ്ട്രാറ്റജീസും എല്ലാവർക്കും വർക്കൗട്ട് ചെയ്യണമെന്നില്ല. അപ്പം പറഞ്ഞ പോലെ ശരത്ത് വളരെ കൂളായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് പോയി പരീക്ഷ എഴുതിയ ആളുകളാണ്. നല്ല ലൈഫിൽ എക്സാം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നല്ല സ്ട്രെസ്സായിട്ട് പോയി പരീക്ഷ എഴുതി ജയിച്ച ആളുകളുണ്ട്. ഓക്കെ, എല്ലാം ഓരോരുത്തരുടെ എങ്ങനെ കാണുന്നു എല്ലാ ആസ്പെക്റ്റുകളും ഉണ്ടാവും. ഓക്കെ, ഒരുപാട് റിവൈസ് ചെയ്ത ആളുകളുണ്ട്, റിവിഷൻ ഇങ്ങനെ ചെയ്ത ആളുകളുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ഡയമെൻഷനുകളായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ള എല്ലാ ഐഡിയകളും ഓരോരുത്തരും അപ്ലിക്കബിൾ ആക്കിയിട്ടുള്ള ജനറൽ ഐഡിയകളാണ്, ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ കപ്പാസിറ്റിയും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും അനുസരിച്ച് ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ റീഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇവരുടെ എല്ലാവരുടെയും സ്ട്രാറ്റജീസ് എയ്ഫർ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാവരും വരുന്ന എക്സാമുകളിൽ ജയിക്കട്ടെ.